تقوى الإله مدار كل سعادتي واتباع أهوى رأس شر حبائلا التوب مفتاح لكل طاعتي وأساس كل الخير أجمع أشملا يا رب صل على النبي محمد منجي الخلائق من جهنم في غدي. പവിത്രമായ റജബ് ഷഹറുല്ലാഹി, അള്ളാഹുവിനെ അറിയേണ്ടുന്ന മാസമാണ്. ശഅബാനു ഷഹരി, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട മാസമാണ്. അള്ളാഹുവിനെയും ഹബീബിനെയും ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ, അവരെ വേണ്ടുന്ന രീതിയിൽ ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ പരിശുദ്ധ റമളാൻ ഉമ്മത്തിന് ഉപകാരപ്പെടുന്നതായി, ഉമ്മത്തിനൊരു ഗോൾഡൻ ചാൻസായി മാറൂ എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഉത്ബോധിപ്പിച്ച ആ ചില കാര്യങ്ങൾ മാത്രം ഈ സമയത്ത് എന്നെയും നിങ്ങളെയും ബോധ്യപ്പെടുത്തുക, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു വിജയിപ്പിച്ചു തരുമാറാവട്ടെ. ആമീൻ. യൂസുഫ് നബ്ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി 20 ദശലക്ഷം ജീവികൾ ഈ ലോകത്ത് ഉണ്ടെന്നാണ് അദ്ദേഹം നമ്മോട് ഉണർത്തിയത്. 1000 ഉറുമ്പുകൾ സഞ്ചരിക്കുന്ന ഒരു ഉറുമ്പിൻ്റെ ലൈന് സസൂക്ഷ്മം വീക്ഷിക്കുമ്പോൾ അതിൽ 1000 ഉറുമ്പുകളും 1000 രൂപത്തിലാണ്. ബഷീർ സഖാഫി എന്ന ഈ വ്യക്തി, ഈ ഒരാൾ ഞാൻ തന്നെയുള്ളൂ. ഓരോരുത്തരും വ്യത്യസ്തമാണ്. മുഖഭാവങ്ങൾ വ്യത്യസ്തമാണ്. ഓരോരുത്തരുടെയും കൈവിരലുകളുടെ തലപ്പുകൾ പോലും വ്യത്യസ്തമാണ്. എല്ലാം ഒരുപോലെ എന്നത് നാം കാണുന്നില്ല. അള്ളാഹുവിൻ്റെ കഴിവ് എത്ര വലുതാണ്! എന്തെല്ലാം ജീവികളാണ് സഹോദരങ്ങളെ നമ്മൾ അറിയുന്നതും അറിയാത്തതും. ഒരു പിടി മണ്ണ് പരിശോധിച്ചാൽ മിനിമം 13,000 ബാക്ടീരിയകൾ ഒരൊറ്റ പിടി മണ്ണിൽ തന്നെ ജീവിക്കുന്നു എന്നതാണ് പഠനങ്ങൾ അറിയിക്കുന്നത്. അങ്ങനെയാണ്. ആ അള്ളാഹുവിനെ കുറിച്ച് നാം പഠിക്കേണ്ട പ്രത്യേക സന്ദർഭം നമ്മിലേക്ക് വന്നിരിക്കുകയാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കുക. അള്ളാഹുവിനെ ശിക്ഷിക്കുമെന്നൊരു പേടിയോ, ഞാൻ ഏതായാലും ഇങ്ങനെയൊക്കെ ആയിപ്പോയി എന്ന് കരുതി എന്നും അതേ ലെവലിൽ തുടരാൻ തീരുമാനിക്കുകയോ അല്ല. മറിച്ച് അള്ളാഹുവിനെ മനസ്സിലാക്കി, അവൻ്റെ കഴിവുകളെ ഉൾക്കൊണ്ട്, അവൻ്റെ വിശേഷണങ്ങളെ മനസ്സിലാക്കി, അവൻ്റെ മഖ്ലൂഖാത്തുകളിൽ പഠനം നടത്തി പടച്ച റബ്ബിലേക്ക് മടങ്ങുക. അല്ലാഹു ഒരാളെയും കഴിയൊഴിയുന്നവനല്ല. വലൈസല്ലാഹു ബിളല്ലാമിൽ ലിൽ അബീദ്. അടിമകളെ ആക്രമിക്കണം എന്ന ഒരു ചിന്താഗതിക്കാരനല്ല. അടിമകളെ ഉന്മൂലനം ചെയ്യണമെന്ന ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന അതോറിറ്റിയല്ല. മറിച്ച് അടിമകൾ രക്ഷപ്പെടണം, അവർക്ക് വീണ്ടും അവസരങ്ങൾ നൽകുകയാണ്, അവർക്ക് ആയുസ് നീട്ടിയിട്ട് കൊടുക്കുകയാണ്. എൻ്റെ അടിമ തൗബ ചെയ്യണമെങ്കിൽ ചെയ്തു കൊള്ളട്ടെ, നന്നാവണമെന്ന് ഓർമ്മയുണ്ടെങ്കിൽ, തോന്നലുണ്ടെങ്കിൽ, ഉൾവിളിയുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തിക്കൊള്ളട്ടെ. ഒരിക്കലും ഒരാളും ആക്രമിക്കപ്പെട്ടുകൂടാ.
അള്ളാഹുവിൻ്റെ അപാരമായ തീരുമാനമാണ് സഹോദരങ്ങളെ ഈ റജബും നമുക്ക് തന്നത്. വേണമെങ്കിൽ അവന് നമ്മുടെ ആയുസ്സങ്ങ് ചുരുക്കാം. ഏതെങ്കിലും ഒരു വാഹനത്തിൻ്റെ അടിയിൽപ്പെട്ടങ്ങ് മരണം നടക്കുന്നതോടെ ഷഹീദിൻ്റെ പവർ കിട്ടുമായിരുന്നു. ഏതെങ്കിലും ഒരു ഉയരത്തിൽ നിന്ന് അബദ്ധത്തിൽ വീണ് മരിക്കുന്നത് കൊണ്ട് ഷഹീദിൻ്റെ പവർ കിട്ടുമായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു അപകടവും കിട്ടാതെ ഈ റജബ് വരെ ആയുസ് തന്നത് എന്തിനാ? ഈ റമദാനിൻ്റെ ഒരു പ്രതീക്ഷയുള്ള പ്രതീക്ഷ നമുക്ക് മുന്നിൽ തന്നത് എന്തിനാണ്? നമ്മൾ ഉയരാനാണ്, നമ്മൾ വളരാനാണ്. സാധാരണ പോലെ റമദാനങ്ങ് വന്നു പോകുന്ന പോലെ ആയിക്കൂടാ. ഓരോ റമദാന് വരുമ്പോഴും പുതിയ പുതിയ തീരുമാനങ്ങൾ വേണം. ഓ വയലിന് വന്ന ഉമ്മമാരെ, ഇതുവരെ കഴിഞ്ഞതുപോലെ ആയിക്കൂടാ. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഓരോ മണിക്കൂറുകളും വിലപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഈ റമദാൻ ഞാൻ എന്തെങ്കിലും ഒരു മാറ്റം ഈ റമദാനിൽ കൊണ്ടുവരും. ഇനി മുതൽ റമദാനോടുകൂടെ ഞാൻ അങ്ങ് നന്നായാൽ അത് നിലനിർത്തുകയും ചെയ്യും. ഞാൻ ഒരിക്കലും ഒരു കൊല്ലം കൂടി ആയുസ് തന്നതുകൊണ്ട് കേടുവന്നുകൂടാ. പിന്നെന്തിനാണ് ഈ ആയുസ് കിട്ടിയത് കൊണ്ട് കാര്യം? ഒരു കൊല്ലം കൂടെ ഈ ഭൂമിയിൽ നിന്നിട്ട് സൽക്കർമ്മം വിളയുന്നില്ലെങ്കിൽ, അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് കൂടുതൽ അടുക്കുന്നില്ലെങ്കിൽ, 40 വയസ്സുകാരൻ്റെ തഖ്വ പോരാ 60 വയസ്സുകാരന്. 60 വയസ്സ് കഴിഞ്ഞ ഉപ്പാപ്പക്ക് ഉള്ള തഖ്വ പോരാ 70 വയസ്സുള്ള ആൾക്ക്. അത്രയും കാലം ഇവിടെ ജീവിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള സ്വാലിഹായ അമലുകളുടെ ബാഹുല്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത് കണ്ടുകൊണ്ടിരിക്കണം. അപ്പോഴാണ് ഈ ആയുസ് കൊണ്ട് കാര്യമുണ്ടാവുക. അല്ലെങ്കിൽ നേരത്തെ തന്നെ അങ്ങ് ഏതെങ്കിലും രീതിയിൽ അപകടത്തിൽ മരണപ്പെട്ടു പോയി അതായിരിക്കും അയാൾക്ക് ഹൈർ. അല്ലാതെ ഇവിടെ കുറെ കാലം ജീവിച്ചത് കൊണ്ട് കാര്യമില്ല. എന്തായാലും ഒരു നാളതിവിടെ നടക്കും, സംശയമില്ല. 4 മാസം പ്രായം ഉമ്മയുടെ വയറ്റിനകത്തുള്ളപ്പോഴാണ് നമ്മുടെ തലച്ചോറിൻ്റെ പതപ്പ് എന്ന് പറയും. നമ്മുടെ തലയുടെ മുകൾ വശം, അതിനല്ലേ ചെറിയ കുട്ടികളുടെ തലയുടെ മുകൾ ഭാഗം തൊട്ടു നോക്കിയാൽ അവിടെ ഒരു സ്മൂത്ത്നെസ് കാണാം, ഉറപ്പ് കുറവാണ്. ആ ഉറപ്പ് കുറഞ്ഞതെന്തേ? മനുഷ്യൻ്റെ റൂഹിനെ മലക്ക് കടത്തിവിട്ടത് തലയിലൂടെയാണ്. അത് ചെന്ന് പതിക്കുന്നത് ഹൃദയത്തിലാണ്. അതുകൊണ്ടാണ് അവിടെ ഒരു ഉറപ്പ് കുറവ് അനുഭവപ്പെടുന്നത്. എന്നാൽ തലയുടെ മൂർധാവിലൂടെ തന്നെയാണ്, ഇതേ പതപ്പിലൂടെയാണ് റൂഹ് എടുത്തുകൊണ്ടുപോകുന്നതും. മയ്യത്തിൻ്റെ മൂർധാവിന് ചെറിയൊരു പതപ്പിന് അവിടെ ഒരു ചെറിയ മൃദുലത കാണാം. റൂഹ് വന്നതും അതിലെ, പോകുന്നതും അതിലെ. 4 മാസമായ നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിലെ നിന്റെ ആ സമയം, റൂഹ് ഊതുന്ന കാലം, ആ കാലം നീ ഏത് രീതിയിലായിരുന്നു അവിടെ കഴിഞ്ഞിരുന്നത്? ആകെ 2.5 ഇഞ്ച് മാത്രം നീളമുള്ള ഒരു ഗർഭാശയം, ഗർഭപാത്രം എന്ന പാത്രത്തിൽ ഏകദേശം 4-5 കിലോ വെയിറ്റ് വരെയുള്ള നിന്നെ അതിനുള്ളിൽ പോറ്റിയവനാരാണ്? നിനക്ക് 4 മാസം പ്രായമായപ്പോൾ ഈ റൂഹിനെ നിന്നിലെത്തിച്ചവനാരാണ്? റൂഹ് വരുന്നതും പോകുന്നതും നമ്മൾ അറിയുമെന്നാണ്. വയറ്റിലുള്ള കാലത്ത് റൂഹ് നമ്മിലേക്ക് നമ്മുടെ മൂർധാവ് തുളച്ചു കടന്നു വന്നു. എന്നാൽ അത് പോകുന്ന രംഗമോ, അത് മയ്യിത്ത് അറിയും. അത് ഈ രോഗിയായ അല്ലെങ്കിൽ മരിക്കാൻ കിടക്കുന്ന വ്യക്തി റൂഹിൻ്റെ യാത്ര അറിയുമെന്നാണ്. മൂർധാവിലൂടെ കടന്നു വന്ന റൂഹ് ഹൃദയത്തിൽ അവിടെ തങ്ങി. പിന്നെ അവിടുന്ന് അങ്ങോട്ടാണത് വികസിച്ച് അത് നമ്മുടെ കൈകാലുകളിലേക്ക് നീങ്ങിയത്. അതുകൊണ്ട് തന്നെ ഒരു സ്വാലിഹായ മനുഷ്യൻ്റെ മരണനേരം, ഒരു നല്ല മനുഷ്യൻ്റെ മരണനേരം, സഹോദരാ, ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ മുന്നിലില്ലെങ്കിൽ നമുക്ക് എങ്ങനെയും ജീവിക്കാമായിരുന്നു. മരണം നമ്മുടെ മുന്നിലുണ്ടല്ലോ, അതൊരു പച്ച യാഥാർത്ഥ്യമാണല്ലോ. അത് നിഷേധിക്കാൻ ഈ ഭൂമിയിൽ ഒരാൾക്കും കഴിയില്ലല്ലോ. ബാക്കി നിനക്ക് എന്തും പറയാം, ബാക്കി നിനക്ക് അതൊക്കെ നിങ്ങൾ ഉസ്താദുമാരുണ്ടാക്കുന്ന മാറ്ററാണെന്ന് പറയാം. ഇതിന് നീ എന്ത് മറുപടിയും പറയും? സുബ്ഹാനല്ലാഹ്, ദം മുതൽ
നോക്കുന്നു കണ്ണേ ആരാനും പോയോരിൽ വരുന്നോ പിന്നെ. ഒന്ന് നോക്കൂ നീ, ആദം നബി അലൈഹിസ്സലാം മുതൽ നൂഹ് അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ട് പ്രവാചക പരമ്പര തന്നെ നോക്ക്. ആ ആളുകളെ ഒന്നും ഇവിടെ കാണുന്നില്ല. നിശ്ചിത അളവ് എത്തിയപ്പോൾ ഭാര്യയും മക്കളെയും കൂട്ടി ട്രെയിന് കയറാൻ വന്ന മനുഷ്യൻ ട്രെയിൻ മുന്നോട്ട് നീങ്ങിയപ്പോൾ അതിനിടയിൽപ്പെട്ട് ഭാര്യയുടെയും മക്കളുടെയും മുമ്പിൽ വെച്ച് കഷ്ടമായി മാറുന്നത് കാണുന്നില്ലേ? ഒരു സമയമെത്തുമ്പോൾ ഒരു അടി മുന്നോട്ടില്ല. ഒരു നല്ല മനുഷ്യനാണ് മരണത്തോട് മല്ലിടുന്നതെങ്കിൽ അവിടുത്തെ രംഗം മുഫസ്സിറുകൾ പറയുന്നത് കാണാം. അവിടേക്ക് മലക്കുകളുടെ വരവ് അതൊരു വലിയ രാജകീയ വരവാണ്. അയാളുടെ റൂഹ് സ്വീകരിക്കാൻ വരുന്നത് മുന്നിൽ മഹാനായ അസ്റായീൽ അലൈഹിസ്സലാമാണ്. ആരെയും അത്ഭുതപ്പെടുത്തുന്ന വേഷവിധാനമാണ്. ആരും ആഗ്രഹിച്ചു പോകും അത്തരമൊരു വേഷം. പുറകിൽ സഹായികളായുള്ളവരുണ്ട്, അവരുടെയും വേഷം അതിമനോഹരമാണ്. എന്തൊരു രസമാണ് ആ വരവ്, അതൊരു വലിയ അംഗീകാരമാണ്. അസ്റായീൽ അലൈഹിസ്സലാം ഈ മനുഷ്യന്റെ തലഭാഗത്ത് വന്ന് ഇരിക്കുകയാണ്. മറ്റുള്ളവർ കാലുഭാഗത്തേക്ക് മാറി നിൽക്കുന്നു. എന്നിട്ടോ അസ്റായീൽ അലൈഹിസ്സലാം സംസാരിക്കാൻ തുടങ്ങുന്നു. മോനെ, നിനക്ക് സ്വർഗമുണ്ട്, നിനക്ക് സ്വർഗമുണ്ട്. സ്വർഗമുണ്ടെന്ന് പറയുമ്പോൾ ആ മനുഷ്യന് സ്വർഗത്തിലെ ചിത്രങ്ങളൊന്ന് കാണിക്കണമല്ലോ. ഉടനെ സ്വർഗത്തിന്റെ വീഡിയോ ക്ലിപ്പുകൾ കാണിക്കുകയാണ്. ഫോട്ടോ കാണിക്കുമെന്ന് പറയും. ഫോട്ടോ ആകുമ്പോൾ ആ സ്കില്ലുകൾ മാത്രമേ കിട്ടൂ, അതുകൊണ്ട് വിശദീകരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം, അസ്റായീൽ അലൈഹിസ്സലാം ചെറിയ ചെറിയ ക്ലിപ്പുകൾ, അതിമനോഹരമായ പാർക്കുകൾ, അതിമനോഹരമായ ഭക്ഷ്യവസ്തുക്കൾ, ആ കാണുന്ന 40 റൂമുകൾ അടങ്ങിയ ആ വലിയ കൊട്ടാരമില്ലേ, അത് നിങ്ങൾക്കുള്ളതാണ്. ഓ മാഷാ അല്ലാഹ്. അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ആ ഒരു വലിയ പാർക്കില്ലേ, അതിലിരിക്കുന്ന മനോഹരമായ ചാരിയിരിക്കുന്ന കസേരകൾ കാണുന്നില്ലേ, ഓരോന്നിങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ ഈ മനുഷ്യൻ അക്ഷരാർത്ഥത്തിൽ സ്വർഗം മോഹിച്ചുപോയി. അയാൾ സ്വർഗത്തിലേക്ക് ആശിച്ചുപോയി. അപ്പോഴാണ് മലായിക്കത്ത് കാലിൻ്റെ ഭാഗത്തുനിന്ന് റൂഹ് പിടുത്തം തുടങ്ങുകയാണ്. ഈ മനുഷ്യൻ അങ്ങോട്ട് അറിയുന്നില്ല. ഇയാൾ മുഴുവൻ ഈ വാക്കുകളിൽ മഹാനായ അസ്റായീൽ അലൈഹിസ്സലാമിൻ്റെ സംസാരം. മലക്കുകൾ മനുഷ്യന്മാരോട് സംസാരിക്കും. അതിന് പറ്റിയ മനുഷ്യന്മാരാണെങ്കിൽ അവരോട് മലായിക്കത്ത് സംസാരിക്കും. ബീവി മറിയം റളിയല്ലാഹു അൻഹാ, അവരോട് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം സംസാരിച്ചത് ഖുർആനിൽ കാണാം. മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, മഹാനവറുകളോട് മഹാന്മാർ സംസാരിച്ചത്, മലായിക്കത്ത് സംസാരിച്ചത് കാണാം. നിന്റെ മൂരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ. മഹാനായ മാലിക് അലൈഹിസ്സലാം സംസാരിക്കുകയാണ്. മരണനേരം മോമിനെ, നീ ഒരു നല്ലവനാണോ? ഭയമില്ല, പേടിയില്ല. നിനക്ക് അതാ ഈ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാമിൻ്റെ ഈ വിശദീകരണവും വീഡിയോ പ്രദർശനവും പ്രൊജക്ടർ വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്താറില്ലേ വിദ്യാർത്ഥികൾക്ക്? അതുപോലെ തന്നെ യുവതക്ക് ചിലപ്പോഴൊക്കെ നമ്മൾ മദ്യപാനത്തിൻ്റെയും അതുപോലെ ലഹരി ഉപയോഗത്തിൻ്റെയും അതിൻ്റെ വലിയ വിപത്തുകൾ ബോധ്യപ്പെടുത്താൻ ചില സ്ഥലങ്ങളിൽ നമ്മൾ വീഡിയോ പ്രൊജക്ടർ വെച്ച് കാണിച്ചു കൊടുക്കുന്നത് പോലെ മലക്കിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ഈ മനുഷ്യൻ റൂഹ് പിടിക്കുന്നത് അറിയുന്നില്ല. കാല് മുതൽ തള്ളവരൽ മുതൽ അങ്ങനെ അതിങ്ങനെ പിടിച്ചു കൊണ്ടുവന്ന് ഹൃദയത്തിൽ അവിടെ വെക്കുകയാണ്. അവിടുന്ന് അങ്ങോട്ട് തലമുഖാന്തരം നമ്മുടെ തലച്ചോറിൻ്റെ പദപ്പിലൂടെ
റൂഹ് പിടിക്കുന്ന ഡ്യൂട്ടി മഹാനായ അസ്റായീൽ അലൈഹിസ്സലാം നിർവഹിക്കുകയാണ്. പദപ്പിലൂടെ പോകുന്ന റൂഹിനെയാണ് കണ്ണ് തുറന്നുകൊണ്ട് ജനാസ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മയ്യത്തിൻ്റെ കണ്ണ് വേഗം അടക്കാൻ ആ കണ്ണ് തുറന്നു പിടിക്കുന്നത്. റൂഹിൻ്റെ യാത്ര അത് കാണുമെന്ന് ഇമാം അൽ മഹല്ലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം. അതിങ്ങനെ നോക്കിക്കണ്ട് കാണുകയാണ്. റൂഹ് വരുന്നതും പോകുന്നതും ശരീരത്തിനറിയാം, പക്ഷെ ശരീരത്തിലുള്ളപ്പോൾ അത് കാണാൻ കഴിയില്ല. ശരീരത്തിൽ പരന്നു കിടക്കുന്ന റൂഹിനെ കാല് മുതൽ പിടിച്ചു കൊണ്ടുവന്ന് അസ്റായീൽ അലൈഹിസ്സലാമിനാണ് അതിൻ്റെ ചുമതലയുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കരങ്ങൾ കൊണ്ട് അതങ്ങ് എടുക്കുകയാണ്. ഇതോടുകൂടെ നാട്ടിൽ വാർത്ത പരന്നുപോയി, അതാ ഇന്നയാള് മരണപ്പെട്ടു പോയി. വിലാപമായി, ദുഃഖമായി, സങ്കടമായി. പക്ഷേ എല്ലാവരും ദുഃഖിക്കുന്നത് അവർക്കെന്തോ നഷ്ടമുള്ളത് കൊണ്ടാണ്, അവരുടെ സങ്കടം. പക്ഷേ നിന്നെക്കുറിച്ച് നീ വല്ലതും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഭാഗ്യം. മറ്റുള്ളവർ സങ്കടപ്പെട്ടത് കൊണ്ട് നിനക്കൊരു നേട്ടവും കിട്ടാനില്ല. മറ്റുള്ളവർ അവർക്ക് നഷ്ടപ്പെട്ടതിനെ കുറിച്ചാണ് അവർ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഇനി ഒരു ദുഷിച്ച മനുഷ്യനാണോ, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ആളാണോ? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈ മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം അല്ല മുന്നിലെത്തുന്നത്. ആദ്യം തന്നെ ഖാദിമീങ്ങളാണ്. ഖാദിമീങ്ങൾ തന്നെ പേടിപ്പെടുത്തുന്ന രൂപത്തിലാണ് അവരുടെ വസ്ത്രധാരണ. ഗൗരവമേറിയ, ഒരു അലിവും കാണിക്കാത്ത വസ്ത്രധാരണയും രൂപഭാവവുമാണ്. അവരിങ്ങ് വന്ന് നിരക്കുകയാണ്. അതോടുകൂടെ ഇവന് വിഭ്രാന്തിയായി. അതാ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം വരുന്നു. അതും ഭീതിദായകമായ വേഷത്തിലാണ്. നേരത്തെ ഞാൻ പറഞ്ഞ രീതിയെ അല്ല, ഗൗരവക്കാരനാണ്. ഒരു അണു അളവ് അലിവില്ല. അദ്ദേഹം വന്ന് ഭീതിയുടെ ഒരു വലിയ കെട്ടം കഴിച്ചിടുകയാണ്. ഇവനോട് പറയും, എടോ മനുഷ്യ, നിന്നോട് ചിലത് ബോധ്യപ്പെടുത്താനുണ്ട്, അല്ലാതെ അങ്ങ് പിടിച്ചു പോവില്ല. നീ ഇതുവരെ പലതും യാഥാർത്ഥ്യമല്ലെന്ന് തോന്നിയ ആളായിരുന്നില്ലേ? എന്നാ കണ്ടോ പിടിച്ചോ നമ്പർ 1 എന്ന് പറഞ്ഞ് എണ്ണി അവനെ ബോധ്യപ്പെടുത്തുകയാണ്. അവൻ എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷേ കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അക്കാര്യം. അവൻ അവിടെ വെച്ച് പറയും, ഞാൻ സ്വതക്ക ചെയ്തോളാം, ഞാൻ പരമാവധി പാപങ്ങളുടെ കണ്ണിൽ ഉണ്ണിയാവാൻ ശ്രമിക്കാം, ഒരാളെയും ഉപദ്രവിക്കാതെ ജീവിച്ചു കൊള്ളാം. പക്ഷേ അതവൻ പറയും. അവനിത് പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ്റെ റൂഹ് പിടിക്കാൻ മലായിക്കത്ത് തുടങ്ങുന്നത് തന്നെ മുഫസ്സിറുകൾ പറയുന്നു, കാല് മുതൽ പിടുത്തം തുടങ്ങുമ്പോഴേക്ക് ഇവൻ വേദന കൊണ്ട് പുളയും. ഇവന് സ്വർഗം കണ്ട് ആസ്വദിക്കാനില്ല, വേദനക്കാണെങ്കിൽ ഒട്ടു കുറവുമില്ല. അവസാനം ഒരു വലിയ കരിമ്പടത്തിൽ കുടുങ്ങിയ മുള്ളു പറിച്ചെടുക്കും പോലെ ഇവന്റെ റൂഹിനെ ഒരു അക്രമ സ്വഭാവത്തിൽ വലിച്ചു കൊണ്ടുപോവലാണ്. അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാവട്ടെ. ഞാൻ ഈ വഅദിന്റെ സദസ്സിലെത്തിയ സഹോദരി സഹോദരന്മാരോട് ചോദിക്കട്ടെ, പാവപ്പെട്ട എൻ്റെ നഫ്സിനോട് ചോദിക്കട്ടെ, ഈ ഒരു ദിവസം നിന്റെ മുന്നിൽ വരുമ്പോൾ, ഇങ്ങനെ ഒരു നാള് നിന്നെ സമീപിക്കുന്ന അന്ന് നിനക്ക് വല്ലതും കയ്യിലുണ്ടോ? നീ വല്ലതും തയ്യാറാക്കിയിട്ടുണ്ടോ മനുഷ്യ? എൻ്റെ നഫ്സേ, ശരീരമേ, നീ വല്ലതും തയ്യാറാക്കിയിട്ടുണ്ടോ? പിന്നെ നിന്നെ ഇവിടെ ആരും ആശ്വസിപ്പിക്കാൻ വരില്ല. പിന്നെ നീ ഇവിടെ ചിത്രത്തിലില്ല. ചിലർ പറയും, ഞാൻ മരിച്ചാൽ എൻ്റെ മക്കൾ എന്താവും, ഞാൻ മരിച്ചാൽ എൻ്റെ ഭാര്യ ആര് നോക്കും, എൻ്റെ കുടുംബം എന്താവും എന്നൊക്കെ പലരും ചിന്തിച്ച് കരയുന്നത് കാണാം. അവർ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ഓടുകയാണ്. പൊന്നു സുഹൃത്തെ, ഏറി വന്നാൽ ഭാര്യമാരോടാണ് പറഞ്ഞിട്ടുള്ളത് 4 മാസവും 10 ദിവസവും ഇദ്ദ. ബാക്കിയുള്ളവരുടേതൊക്കെ ഏകദേശവും 3 ദിവസം. ഇനി അത്രയും വലിയ ബന്ധമുള്ള ആളുകളാണെങ്കിൽ, ചിലപ്പോൾ അത്രയും ചോരയാണെങ്കിൽ, ചിലപ്പോൾ ചെറിയ മക്കളൊക്കെ വല്ലാണ്ട് സ്നേഹമുള്ള മക്കളാണെങ്കിൽ തന്നെ
മാക്സിമം പോയ ഒരു 40 ദിവസം. പിന്നെ അവരത് റിക്കവറി ചെയ്യും. പിന്നെ ഉപ്പയില്ലാത്ത വീട് അവർക്ക് തയങ്ങിപ്പോകും. വാപ്പയില്ലാത്ത വാഹനം, വാപ്പ മേടിച്ച വാഹനം പുറത്തുണ്ട്, വാപ്പ പള്ളിപ്പറമ്പിലാണ്. ആ വാഹനം കാണുമ്പോൾ ആദ്യമൊക്കെ പേടിയായിരുന്നു. വാപ്പ ഉപയോഗിച്ച വണ്ടിയാണ്, വാപ്പ ഉപയോഗിച്ച ബൈക്കാണ്, വാപ്പയുടെ പേരിലുള്ളതാണ്, RC വാപ്പന്റെ പേരിലാണ്, ഇൻഷുറൻസ് വാപ്പയുടെ പേരിലാണെന്നൊക്കെ പറയുവൻ. കാലക്രമേണ 40 നാളോ 50 കഴിയുമ്പോഴേക്കത് മാറി. ഇതിപ്പോൾ എൻ്റെ വണ്ടിയായി, ഇപ്പം എൻ്റെതാണ്. ഭാര്യ പലരോടും സംസാരിക്കുന്നുണ്ട്, അവളൊക്കെ അതൊക്കെ മറന്നു പോകും. നീയോ, നിനക്ക് എന്തുണ്ട് നിന്റെ കയ്യിൽ, അതാണ് ചിന്തിക്കേണ്ടത്. മക്കളുടെ ഭാവി ഓർത്ത് ആലോചിച്ചിട്ട് നീ കുയങ്ങണ്ട. അവരൊക്കെ റിക്കവറി ചെയ്യും. ഇപ്പൊ ഫലസ്തീനികളെ കുറിച്ച് എല്ലാവരും പറഞ്ഞു, 10-27,000 മക്കള്, 10-27,000 ആളുകൾ മരണപ്പെട്ടു പോയി. 8,000-ഓളം കുഞ്ഞുങ്ങൾ തന്നെ മരിച്ചുപോയി. ഏകദേശം 14,000 കുട്ടികൾ ഉപ്പയില്ലാതെയായി. എന്നിട്ടെന്തെങ്കിലും സംഭവിച്ചോ? ആ കുട്ടികൾക്ക് കുറച്ചു കാലം ഉപ്പയില്ല ഉമ്മയില്ല എന്നൊരു വേദന നമുക്ക് എല്ലാവർക്കും പറയാനുണ്ടാവും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ എല്ലാവരും മറക്കും. അപ്പോൾ ഞാൻ 2 കല്ലുകൾക്കിടയിൽ ഞാൻ ഖബറിലാണ്. എൻ്റെ ഭാര്യ സുഖമായി ജീവിക്കുന്നു, മക്കൾ ജീവിക്കുന്നുണ്ട്, അവരുടെ ദിവസവും രാവിലെയും വൈകുന്നേരം കഴിയുന്നുണ്ട്. ഞാനില്ലാതെ കരുതിയിട്ട് ഒരു ദിവസം പോലെ അവരാരും കഷ്ടപ്പെടുകയോ, ഞാനില്ലാത്തത് കൊണ്ട് അവർ ദുഃഖത്തിലാവുക, വാപ്പയില്ലായിരുന്നെങ്കിൽ വാപ്പുണ്ടായിരുന്നെങ്കിൽ ഒന്നും പറയുന്നേ ഇല്ല. ഇപ്പോൾ ഞാനാണെങ്കിലോ പള്ളിപ്പറമ്പിൽ ഒറ്റപ്പെട്ടു പോയി, വേണ്ടത്ര നിസ്കരിച്ചതുമില്ല, നോമ്പെടുത്തതുമില്ല, ഖുർആൻ ഓതിയതുമില്ല, എൻ്റെ അടുത്ത് ഒരു സമ്പാദ്യം ഇല്ലാതായിപ്പോയി. ഇനി പരിതപിച്ചിട്ടെന്ത് കാര്യം? ഇനി പരിതപിച്ചിട്ടെന്ത് കാര്യം? അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ റജബ് ശഹ്റുല്ലാഹ് അള്ളാഹുവിനെ ബോധ്യപ്പെടേണ്ട മാസമാണ്. പടച്ച റബ്ബിനെ എങ്ങനെ നമുക്ക് മറക്കാൻ കഴിയും സഹോദരങ്ങളെ? അള്ളാഹുവിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ തന്നെ അവൻ അടിമ. ഒരൊറ്റ മനസ്സങ്ങ് തിരിച്ചു പറഞ്ഞാൽ അടിമയോട് വലിയ കരുണ ഉള്ളവനാണ് അല്ലാഹ്. എത്ര വലിയ കുറ്റവാളിയായാലും, എത്ര വലിയ തെമ്മാടിയായ മനുഷ്യനായാലും ഒരു വേള പടച്ചവനെ എന്നൊരു വിളി വിളിച്ചാൽ അടിമയോട് വലിയ വലിയ കൃപ ഉള്ളവനാണ്. അതുപോലെ ഒരാളെ കൊണ്ടും കഴിയില്ല. സ്കരിക്കാത്തവന് രാവിലെ കിട്ടുന്നത് ചായയും പൊറോട്ടയുമാണ്. അള്ളാഹുവിനെ ധിക്കരിച്ച് മദ്യപിക്കുന്നവൻ ഉച്ചക്ക് കഴിക്കുന്നത് ബിരിയാണിയാണ്. കുടുംബത്തിൽ മുഴുവനും പ്രശ്നം, നാട്ടിൽ മുഴുവനും കുഴപ്പം എന്ന് കരുതി അന്നം മുടക്കൂല, അന്നം മുടക്കൂല. എന്നെ മറിച്ച് ഞാനാണെങ്കിലോ, എന്നോട് എൻ്റെ എത്ര അടുത്ത ആളാണെങ്കിലും ധിക്കാരപരമായി പ്രവർത്തിച്ചാൽ പിന്നെ ഞാൻ അവനെ മൈൻഡ് ചെയ്യൂല. അവന് കിട്ടാനുള്ളിടത്തോളം ഞാൻ മുടക്കും. അതാണ് പിന്നെ ഞാൻ ചെയ്യുക. ഞാൻ ഉപദ്രവമല്ലാതെ പിന്നെ അവന് ഉപകാരം ചെയ്യൂല. കാരണം അവൻ എന്നെ പഠിപ്പിക്കാൻ ഒരുങ്ങിയവനാണ്. എന്നാൽ നിന്റെയും എൻ്റെയും റബ്ബ് അങ്ങനെയല്ല. അവൻ അടിമകളെ ആക്രമിക്കാൻ തീരുമാനിച്ച റബ്ബല്ല, മറിച്ച് അടിമ പറയാൻ തയ്യാറുണ്ടോ, എന്നിൽ നിന്ന് സംഭവിച്ചു പോയി റബ്ബേ, ഞാൻ ഇങ്ങനെ ആയിപ്പോയി പടച്ചവനെ എന്നൊരൊറ്റ പറച്ചിൽ പറഞ്ഞാൽ അതോടെ ഏറ്റെടുക്കുന്ന റബ്ബിന്റെ അടിമകളെ, വഴുത് കേൾക്കുന്ന സഹോദരി, അനീബൂ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് മടങ്ങുക. അവൻ നമ്മളെ മറക്കുന്നവനല്ല, അവൻ നമ്മളെ വെറുത്ത റബ്ബല്ല, പൊറുക്കുന്ന റബ്ബാണ്, ദോഷങ്ങൾ മറക്കുന്ന റബ്ബാണ്. കേട്ടിട്ടില്ലേ നിങ്ങൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം? വലിയ സൽക്കാരപ്രിയനായിരുന്നു. ഒരു ദിവസം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മുമ്പിൽ ഒരാൾ വന്നു. അയാൾക്ക് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭക്ഷണം പാചകം ചെയ്തു വലിയ രീതിയിൽ അയാളെ സൽക്കരിക്കാൻ തീരുമാനിച്ചു. അതിനിടയ്ക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചു, നീ ഏത് മതക്കാരനാണ്? അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ മജൂസിയാണ്, ഞാൻ തീയിനെ ആരാധിക്കുന്ന, ഉപദ്രവവും ഉപകാരവും തീ സ്വയം ചെയ്യുമെന്ന് വിശ്വസിച്ച് ആരാധിക്കുന്ന ആളാണ് ഞാൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദേഷ്യം പിടിച്ചു. അള്ളാഹു സൃഷ്ടിച്ച് പരിപാലിച്ചിട്ട് അവൻ്റെ അടിമയായി ജീവിക്കുന്നതിന് പകരം അഗ്നിഗോളത്തിന് ആരാധിക്കുന്ന, അഗ്നിയെ ആരാധിക്കുന്ന ഇവനെന്തൊരു മണ്ടനാണ്, നിനക്ക് ഭക്ഷണമില്ല താമസമില്ല, പോ ഇവിടെ നിന്ന് പറഞ്ഞ് അയാൾ ആട്ടി ഓടിച്ചു. ആ മനുഷ്യൻ തിരിച്ചു പോവുകയും ചെയ്തു. നസലൽ അമീനു മലക്ക് ജിബ്രീലു അലൈഹിസ്സലാം. അല്ലോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തങ്ങളെ, നിങ്ങളടുത്ത് ഇപ്പോൾ ഒരാൾ താമസവും ഭക്ഷണമൊക്കെ ചോദിച്ചൊരാൾ വന്നില്ലായിരുന്നോ? അതിഥിയായിട്ടൊരാൾ വന്നില്ലായിരുന്നോ? ആ വന്നിരുന്നു.
ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, എന്നിട്ട് അയാൾക്ക് എത്ര പ്രായമുണ്ടെന്ന് അള്ളാഹു ചോദിക്കുന്നു. അയാൾക്ക് കൂടുതൽ വയസ്സുള്ള ആളാണ്. എന്നിട്ട് നിങ്ങൾ അയാളെ പറഞ്ഞയച്ചത്? അയാൾ മജൂസിയാണ് പടച്ചവനെ. അയാൾ നിന്നെ ആരാധിക്കുന്നില്ല, നിന്നെ ധിഖരിക്കുന്നവനാണ് അയാൾ. ഉടനെ അള്ളാഹുവിൻ്റെ ചോദ്യം, അല്ലയോ ഇബ്രാഹിം അലൈഹിസ്സലാം, അയാൾ ഇത്രയും വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് അയാൾക്ക് ഭക്ഷണം ഞാൻ കൊടുത്തില്ലയോ? അയാൾക്ക് താമസിക്കാൻ സ്ഥലവും ഞാൻ കൊടുത്തില്ലയോ? നിങ്ങളോട് ഇന്നൊരു ദിവസത്തേക്ക് താമസവും ഭക്ഷണം ചോദിച്ചപ്പോഴേക്ക് നിങ്ങൾക്ക് മതം അറിയണം, അയാൾ ആരാധിക്കുന്നു അറിയണം, എന്തെല്ലാം യോഗ്യത വേണം നിങ്ങൾക്ക്. ഇത്രയും പ്രായം അയാൾക്ക് ഇതൊന്നും നോക്കാതെ ഞാൻ ഭക്ഷണം കൊടുത്തില്ലേ, വെള്ളം കൊടുത്തില്ലേ? സുഹൃത്തേ, നീ അള്ളാഹുവിനെ അറിയാതെ പോകരുത്. നീ സുബഹിക്കോ നീ എപ്പോഴും നിനക്കൊരു ബുദ്ധിമുട്ടും തരാത്തത് റബ്ബിന്റെ കനിവാണ്, റബ്ബിന്റെ അലിവാണ്. ഇതിൽ നീ പെട്ടുപോകരുതേ. നിന്റെ റബ്ബ് ചിലപ്പോ നീ ധിക്കാരപരമായി ജീവിച്ചിട്ടും നിന്നോട് ഒരു ഉപദ്രവത്തിനും അവൻ വന്നു കാണില്ല. നീ എത്രയോ ജമാഅത്തുകൾ കട്ടു ചെയ്തു, അല്ലയോ ഉമ്മമാരെ, തല തുറന്നിട്ട് നടന്നിട്ട് ഇന്നേ വരെ എനിക്കൊരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. ഞാൻ എത്രയോ നിസ്കാരം ഖളാക്കുന്ന കൂട്ടത്തിലാണ്, ഇന്ന് വരെ എനിക്കൊരു ബുദ്ധിമുട്ടും വന്നില്ല എന്ന് തോന്നണ്ട. അത് നീ പെട്ടുപോയതാണ്. റബ്ബിന്റെ അരിവിന്റെ മുമ്പിൽ പതറിയതാണ്. അള്ളാഹു അരിവുള്ളവനാണ്. തമ്മാടികളെ ഉടനടി ശിക്ഷിക്കുക അവന്റെ തിയറിയല്ല, പിന്നെയും അവസരം തരുന്ന റബ്ബാണ്. അത്ര കൂട്ടിയാ മതി ഈ റജബ്. നീ കരുതണ്ട എൻ്റെ പവർ കൊണ്ട് അള്ളാഹു പിന്നെയും പിന്നെ എനിക്ക് ആയുസ് തരികയാണ്, ഓ ഞാൻ ഭയങ്കരനാണ് അതുകൊണ്ടാണ് എനിക്ക് ആയുസ് കിട്ടിയത് എന്ന് തോന്നണ്ട. നീ നന്നാകുമായിരിക്കും എന്ന ഒരു ചെറിയ പ്രതീക്ഷ നിനക്ക് തരികയാണ്. അതും നിന്റെ റബ്ബിന്റെ അലിവാണ്. എന്നിട്ടും ഇത് മനസ്സിലാക്കാൻ കഴിയാതെ ഇനിയും ഞാനിവിടെ ജീവിക്കുമെന്ന നിലക്ക് നീ നടന്നുകൂടാ, കളിച്ചുകൂടാ. ഈ ജീവിതം കൊണ്ടിതങ്ങ് തീരൂല. ഇതോടെ തീരുമെങ്കിൽ നാ പിന്നെ അങ്ങനെ വിചാരിക്കാമായിരുന്നു. ഇവിടുത്തെ ഓരോ ഹറക്കാത്തു സക്കനാത്തുകൾക്ക് നീ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് ആ രീതിയിൽ ജീവിക്കുകയാണ് നിനക്ക് നല്ലത്. സൂറത്തുൽ ഹശ്റിൽ അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, വിശ്വാസികളെ, ഞാനാണ് ഏക ഇലാഹ് എന്ന് ഉറപ്പിച്ചവരെ, വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി എന്താ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കിയത്, അത് ഓരോരുത്തരും ശരിക്ക് പരിശോധിച്ചോളൂ. ഓരോരുത്തരും എന്താ ഉണ്ടാക്കിയതെന്ന് അവരവർ പരിശോധിച്ചോളുക. എന്താ ഉള്ളത് കയ്യിൽ? എന്താ കയ്യിലുള്ളത്? കഴിഞ്ഞ റമദാനിൽ പോയി, ഇനി റമദാന് വരുമ്പോൾ എന്താ അവസ്ഥ? സുബ്ഹാനല്ലാഹ്, 30 നാള് കൊണ്ട് ഇത് തീരുമോ നമ്മുടെ ജീവിതത്തിൻ്റെ കറകൾ? സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം വീഴ്ചകളാണ്, എന്തെല്ലാം പോരായ്മകളാണ്. എല്ലാവരുടെ കാര്യം അബദ്ധമാണ്. ഈ ലോകത്ത് ആകെ രക്ഷപ്പെട്ടോലുണ്ടെങ്കിൽ രണ്ട് കൂട്ടരാണ്. ഒന്ന് അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ്. കാരണം അവർക്ക് എന്തില്ല? അവർക്ക് യാതൊരു പേടിയില്ല. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർ പൂർണ്ണമായി അള്ളാഹുവിലേക്ക് ലയിച്ചവരാണ്. അള്ളാഹുവിനെ അറിഞ്ഞ മഹാന്മാരാണ് അവര്, ഔലിയാക്കന്മാർ. അൽ ഔലിയാ, ആ മഹാന്മാരായ ആളുകൾ. ഉമ്മമാർ കേട്ടിട്ടില്ലേ? ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ, ദിഹിനിലെന്നും അല്ലയെന്നുൾ നിനവശീലാമത്തെ, ദിക്ർ തസ്ബീഹും തഹ്ലീൽ തന്നിൽ ഹാലാണൈത്തെ, ഇറയക്കൂറും ഇറയക്കോനിൽ ഏറ്റം ശുക്റും ഓതിടും ഖുർആനേ, ഇണമഅരിഫത്തിൽ ഫുക്ക് നൽവഴി പൂണ്ടാനേ, മരണമാകും എന്ന് ബിണ്ട് ഓതി അൻആമാനേ, മാനിദാ സൂറത്ത് തീരും മുമ്പ് മൗതായാനേ.
ഔലിയാക്കൾക്ക് ഒന്നും പേടിക്കാനില്ല, അവർക്ക് ഒരു ഭയമില്ലെന്ന് ഖുർആൻ പറയുന്നു. ലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് യാതൊരു ചിന്തയില്ല. വലാ യഹ്സനൂൻ വലാ ഹും യഹ്സനൂൻ, അവർക്ക് ടെൻഷനും ഇല്ല. ഇനി ഭൂമിയിൽ രക്ഷപ്പെട്ട രണ്ടാമത്തെ കൂട്ടരാരാ? ഭ്രാന്തന്മാരാണ്. അവർക്കും ഒരു ചിന്തയില്ല. നമ്മൾ പറയും ഓൻ്റെ കാര്യം എന്താവും, ഓൻ്റെ കാര്യം, ഓനൊരു പ്രശ്നമില്ലെന്നേ. അവനൊരു പ്രശ്നമില്ല, അവൻ നേരം വിളിക്കുന്നു, വൈകുന്നേരം ആവുന്നു, അവർക്കൊരു കുഴപ്പമില്ല, അവർ ഉഷാറായിട്ട് ജീവിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയപ്പെട്ട നമ്മളെ കാര്യമാണ് ക്ഷീണം. ഔലിയാക്കൾ അവർ കരകയറിപ്പോയി, ജിഗം വെട്ടൊരു കാഫീല കെട്ടിപ്പോയി പൊട്ടാ, ജഹത്തക്കാരങ്ങണഞ്ഞിട്ട് പൊട്ടാ. ജിഗം ഫെട്ട ആളുകൾ അവർ കരകയറിപ്പോയി. പിന്നെ ഇവിടെയുള്ള ഹിസാബില്ലാത്ത ആളുകൾ ഈ ഭ്രാന്തന്മാരാണ്. ഭ്രാന്തന്മാർക്കൊരു പ്രത്യേകത ഉണ്ട്, അവർക്കേ സുഖമുള്ളൂ എന്ന് അവർ പറയുള്ളൂ, ബാക്കിയുള്ളവർക്കൊക്കെ സുഖമില്ല എന്ന് അവർ പറയാം. അവരോട് ചോദിച്ചു നോക്കണ്ട്, ഞങ്ങൾക്കേ കുറച്ച് സുഖമുള്ളൂ, ബാക്കിയുള്ളവർക്കൊക്കെ സുഖമില്ലാത്ത അവസ്ഥയാണ്. അവർക്കൊരു ചിന്തയില്ല. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ഹിസാബില്ലാതെ പോകുന്നവരാണ് അവർ. എന്നാ ജ്ഞാനക്കൂട്ടത്തിലല്ല, ബുദ്ധിയുണ്ട്, വിവേകമുണ്ട്, ആരോഗ്യമുണ്ട്. ഈ അനുഗ്രഹങ്ങളിൽ ഞാൻ പെട്ടുപോയിട്ടുണ്ടോ? ഞാൻ അബദ്ധത്തിൽ കുടുങ്ങിയിട്ടുണ്ടോ? ഒരു വിചാരണക്കുള്ള ഗോൾഡൻ ചാൻസായി ഈ ഷഹ്റു റജബിനെ കാണണം. ഇനി ഒരു റജബ് എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാൻ കഴിയൂല. ഈ റജബിൽ ഞാൻ അള്ളാഹുവിനെ മനസ്സിലാക്കുകയാണ്. ഞാൻ പടച്ച റബ്ബ് എനിക്ക് തരുന്ന അനുഗ്രഹങ്ങളെ ഉൾക്കൊള്ളുകയാണ്. അള്ളാഹു ഞാൻ എത്രയോ തമ്മാടിയായിട്ടും എന്നെ കൈയൊഴിയാത്ത റബ്ബാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചതുപോലെ, ഇത്രയും വർഷം ഞാൻ അയാൾക്ക് വെള്ളം കൊടുത്തില്ലേ, ഞാൻ അയാളെ മതം നോക്കിയിട്ടില്ല. ഇത് അള്ളാഹുവിൻ്റെ തിയറിയാണ് സഹോദരൻ. ഇത് മനസ്സിലാക്കാഞ്ഞാൽ പെട്ടുപോകും. ഞാൻ സുബഹിസ്കരിക്കാഞ്ഞിട്ട് എൻ്റെ കച്ചവടത്തിനൊരു കുഴപ്പമില്ല, ഞാൻ നിസ്കാരം 5 കൃത്യമായിട്ട് നിർവഹിക്കലില്ല, എനിക്കൊരു പ്രശ്നമില്ല. ഇതാണ് ഇസ്തിദ്റാജ്. കരുതണം. ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന ആളെന്താ ചെയ്യുക? ഒറ്റയടിക്ക് ചൂണ്ട വലിച്ചാൽ ആളെ കിട്ടൂല. ചൂണ്ട ഇങ്ങനെ അഴിച്ചിട്ട് കൊടുക്കും, ഇങ്ങനെ കൊടുത്ത് കൊല്ലി കുടുങ്ങുമ്പോഴാണ് ദാഹം മൗതത് കൂട്ടിടും, ഇബ്ലീസ് കോസിനെ കാട്ടിടും, നേരം ലഴീനവനാട്ടുവാൻ ബദരീങ്ങളെ തുണ റബ്ബന. ഓർക്ക ലാ ഇലാഹ അല്ലാഹ്. ഹൃദയത്തിലേക്ക് മലായിക്കത്ത് ഒരുമിച്ച് കൂട്ടിക്കൊടുത്ത റൂഹിനെ ഒരു നാൾ അസ്റായീൽ അലൈഹിസ്സലാം എടുത്തുകൊണ്ടുപോകും. ആ പോകുന്ന പോക്ക് ഞാൻ നോക്കി കാണും. പക്ഷെ എനിക്കിനിയൊന്നും ചെയ്യാൻ പറ്റില്ല, എൻ്റെ ശരീരം കാലിയായി. റൂഹെന്ന് പറയുന്ന ആ ഒരു സാധനം ശരീരത്തിലേക്ക് വ്യാപിക്കുന്നതിനാണ് ജീവൻ എന്ന് പറയുന്നത്. റൂഹ് കൽബിലേക്ക് വന്നു, കൽബിൽ നിന്നത് വിവിധ ഭാഗങ്ങളിലേക്ക് പരക്കുകയാണ്. ആ പരന്നത് മുഴുവൻ അടുപ്പിക്കുകയാണ് മലായിക്കത്ത് ചെയ്യുന്നത്. ആ അടുപ്പിച്ചതിനെ ഹൃദയത്തിൽ നിന്ന് വലിക്കുകയാണ് അസ്റായീൽ അലൈഹിസ്സലാം ചെയ്യുന്നത്. ഈ വലിക്കുന്ന 2 രീതിയാണ് ഞാൻ നേരത്തെ മുഫസ്സിറുകളിൽ നിന്ന് പറഞ്ഞത്. ഈ രീതിയിൽ എൻ്റെ മരണം എങ്ങനെയായിരിക്കും? ഇതാരാ ചിന്തിക്കേണ്ടത്? എൻ്റെ ഉപ്പ എന്നെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല, എൻ്റെ ഭാര്യ വിഷമിച്ചിട്ട് കാര്യമില്ല, ഞാൻ തന്നെ എന്നെക്കുറിച്ച് ചിന്തിച്ച് മറുപടി കണ്ടെത്തണം. ആ ഒരു രീതിയിലേക്ക് എന്നാണോ മാറുന്നത്, അന്ന് ഞാനും നിങ്ങളും വിജയിക്കും. അല്ലാഹു വിജയിപ്പിക്കട്ടെ. റഹ്മാനായ റബ്ബ് എനിക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. കാക്കയെ കണ്ടിട്ടില്ലേ നിങ്ങൾ? അല്ലേ? കാക്കയുടെ കാലിന് പ്ലാസ്റ്റിക് കവറിങ് കൊടുത്തതാരാണ്? ലൈനിൻ്റെ മേലൊക്കെ കാക്ക അങ്ങനെ കുത്തിരിക്കും. കാക്കയ്ക്ക് എർത്തടിക്കലോ അല്ലെങ്കിൽ മറ്റുള്ള അതിന് അതിൻ്റെ കാലിന് പ്രത്യേകമായൊരു കവറിങ് ഉണ്ടെന്നാണ്. ആര് വെച്ചു കൊടുത്തത്? ഏതോ കാലങ്ങൾക്ക് ഈ ലൈനും പോസ്റ്റൊക്കെ വരുന്നതിന് മുമ്പേ ജഗനിയന്താവായ റബ്ബിൻ്റെ നിയന്ത്രണമാണ്. സുബ്ഹാനല്ലാഹ്. മുമ്പത്തെ ആലിമീങ്ങളൊക്കെ വഅദ് പറയും, കാട്ടിയുടെ കുട്ടി, കാട്ടി എന്ന് പറയുന്ന ജീവിയുടെ കുട്ടി പ്രസവിച്ച ഉടനെ തന്നെ ഓടുകയാണ്, തള്ളയുടെ അടുത്ത് നിൽക്കൂല. കാരണം അതിൻ്റെ നാവിന് വാളിനേക്കാൾ മൂർച്ഛമാണ്. കുട്ടിയെ ഒന്ന് നക്കിയാൽ കുട്ടി മുറിഞ്ഞു പോകും. ഈ വിവരം ഈ കുട്ടിക്ക് കൊടുത്തവനാരാണ്? മുട്ട വിരിഞ്ഞ് ഇറങ്ങുന്ന കോഴിക്കുഞ്ഞിന്, താറാവ് കുഞ്ഞിന് വെള്ളത്തിൽ പൊങ്ങി നിൽക്കാൻ കഴിവ് കൊടുത്തവനാരാണ്?
അള്ളാഹു നേരിട്ട് നിന്റെ അടുത്ത് ജബ്ബാറെ നന്നായിക്കോ എന്ന് പറയൂല. നിന്റെ മുന്നിൽ കുറെ പഠനത്തിന് പറ്റിയ കുറെ മാറ്റർ നിന്റെ മുമ്പിൽ തന്നിട്ടുണ്ട്. നിനക്ക് ചിന്തയുണ്ടെങ്കിൽ ചിന്തിച്ചുകൊണ്ട് റബ്ബിനെ കണ്ടെത്താൻ ഒരുപാട് സംഭവ വികാസങ്ങൾ. ഈ അടുത്ത് മനുഷ്യൻ മലർന്നു നിന്ന് പോയൊരു സംഭവമാണ് കോവിഡ്. ഇതിനു മുമ്പ് അങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ലോകത്തെമ്പാടുമുള്ള ഈ വൈറസിനെ പരിശോധിച്ചാൽ ആകെ 100 ഗ്രാം ഉണ്ടാവില്ല എന്ന ശാസ്ത്രം പറയും, ലോകത്തൊട്ടാകുള്ളത് പരിശോധിച്ചാൽ. പക്ഷെ എല്ലാ കുതിർത്തും നിന്നുപോയി, എല്ലാ രാജ്യവും പകച്ചു നിന്നുപോയി, ആളെ കാണുന്നില്ല. ഇയാൾ എവിടെയാണെന്നറിയില്ല. കുറേ നമ്മൾ മാസ്ക് ഇട്ട് നോക്കി അല്ലേ, കുറേ പള്ളിയിൽ പോവാതെ നോക്കി, കുറെ അകന്നു നിന്ന് നോക്കി, കല്യാണം കുറെ മുടങ്ങി, എന്തെല്ലാം ആ സംഭവം. അതൊന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ വേണേൽ നോക്കായിരുന്നു ഓരോ ഡേറ്റ്. ഇപ്പം ഇങ്ങനെ ആലോചിക്കുക അന്നത്തെ സംഭവം. ചിലതൊന്നും ഓർമ്മയുണ്ട്, ചിലതൊന്നും ഓർമ്മയില്ല. പീടിയെ പോവുകയാണെങ്കിൽ തന്നെ സൂപ്പർ മാർക്കറ്റിന് മുമ്പിൽ ഒരു വട്ടം വരച്ച് അതിൽ നിൽക്കണം, എന്നിട്ട് സഞ്ചി ഇങ്ങനെ നീട്ടി പിടിച്ചു കൊടുക്കണം. എന്തല്ലേ കാലം കഴിഞ്ഞു പോയി സഹോദര. എന്താ കാര്യോ? കാണാത്തൊരു സാധനം, ആ ഒരു ചെറിയ വൈറസ് അള്ളാഹു ചെറിയൊരു ഡോസ് അങ്ങോട്ട് കൊടുത്തപ്പോഴേക്കും സുബ്ഹാനല്ലാഹ് നിലച്ചില്ലേ, നിന്നില്ലേ, എല്ലാം നിന്നു. സുബ്ഹാനല്ലാഹ്. കുറെ പറഞ്ഞു, വവ്വാലിനെ കുറെ കുറ്റം പറഞ്ഞു, കുറെ ഇവിടെ പറഞ്ഞു, കുറെ അവിടെ പറഞ്ഞു എന്നല്ലാതെ ഇപ്പോഴും ഇതെവിടെ പോയി അതും പിടുത്തില്ല. ഇതെവിടെ പോയി? ഇപ്പൊ നമ്മൾ വയലുവരുമ്പോൾ ഇവിടെ വന്നു നിൽക്കുന്നുണ്ട്, അതും അറിയില്ല. സംഗതി എവിടെ പോയെന്നുള്ള പിടുത്തില്ല. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. 650 സ്ഥലങ്ങളിൽ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. അഫലാ തഅഖിലൂൻ. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾക്ക് തലച്ചോറില്ലേ? 600-ലധികം സ്ഥലത്ത് ഖുർആൻ ചോദിച്ചത് അതാണ്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അദാബിങ് വരുമ്പോൾ, അദാബ് വരുമ്പോൾ അത് ജുമാഅത്ത് പള്ളി ഒഴിവാകൂല, മക്ബറകൾ ഒഴിവാകൂല. അദാബ് ഇറങ്ങുമ്പോൾ ടോട്ടലാണ് ഇറങ്ങുക. അത് എല്ലാവരും അതിൽ പെടും. അതിൽ പിന്നൊരു വ്യത്യാസമുണ്ടാവൂല. അതിൻ്റെ മുമ്പ് എല്ലാവരും ശ്രദ്ധിക്കുക എന്നത് മാത്രം. ഇതൊക്കെ ഖിയാമത്തിലേക്കുള്ള ടെസ്റ്റ് ഡോസുകളാണ്. ഇനിയാണ് കഥകളി വരാൻ നിൽക്കുന്നത്, ഇനിയാണ് സംഭവം വരാൻ നിൽക്കുന്നത്. ഇതൊന്നുമല്ല, ഇതൊക്കെ ചെറിയ കേസ് മാത്രം. വലിയതിലേക്ക് നോക്കുമ്പോൾ താമത്തുൽ കുബറ എന്ന വലിയ പ്രഹസനം ഇനി വരാനുണ്ട്. മനുഷ്യനന്ന് പതച്ചു നിന്നുപോകും. ഇസ്രായേലിൽ വലിയൊരു സംവിധാനമുണ്ട് എന്നുള്ളത് പലസ്തീനികൾ ചെറിയൊരു ബോംബിട്ടപ്പോൾ എല്ലാവരും അറിഞ്ഞത്. അന്തരീക്ഷത്തിലൂടെ വരുന്ന എത്ര വേഗത കൂടിയ മിസൈലിനെയും നിരീക്ഷിച്ച് അതിൻ്റെ ദൂരവും വേഗവും വലിപ്പവും വണ്ണവും നോക്കി ആകാശത്ത് വെച്ച് തന്നെ അതിനെ നശിപ്പിക്കാൻ കഴിവുള്ള പ്രത്യേക ആയോധന സംവിധാനമുള്ള രാജ്യമായിരുന്നു ഇസ്രായേൽ. അള്ളാഹു അതിൻ്റെ ഷർറിൽ നിന്ന് ഫലസ്തീനിയൻ മോമിനീങ്ങളെ രക്ഷിക്കുമാറാവട്ടെ. ആ രാജ്യത്തിനെ, ഇസ്രായേലിനെ അള്ളാഹു പാഠം പഠിപ്പിക്കുമാറാവട്ടെ. എത്രയോ മനുഷ്യന്മാരെ കൊന്നു തള്ളിപ്പോയി. അള്ളാഹുവേ, അറുതിയുണ്ട്, നിന്റെ തീരുമാനം വരും, അതിൽ സംശയമില്ല. അള്ളാഹുവേ, നീ മുസ്ലിമീങ്ങളെ ഇസ്സത്തിലാക്കണേ അല്ലാ. എല്ലാവരും വിചാരിച്ച അതേ ഈ സാധനം ഇവിടെ വെച്ചത് കൊണ്ട് ഇനിയിപ്പോൾ നമ്മളെ നാട്ടിലേക്കൊന്നും വരൂലെന്ന് എല്ലാവരും കരുതിയത്. 10 ദിവസത്തിൻ്റെ പടക്കം പൊട്ടിക്കണമാതിരി മക്കൾ കയറി അങ്ങോട്ട് പൊട്ടിച്ചില്ലേ. ഇതാ പറഞ്ഞ, നമ്മൾ വിചാരിക്കുന്നിടത്തല്ല റബ്ബിൻ്റെ കുതിരത്തുകൾ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ നടക്കുക. ഞാൻ പറഞ്ഞു വരുന്നത്, ഓ മോമിനെ, നിനക്ക് റബ്ബ് തരുന്ന അനുഗ്രഹം കണ്ട് നീ പെട്ടുപോകല്ലേ. നീ കൂടുതൽ നന്ദിയുള്ളവനാകണം. കൂടുതൽ അല്ലാഹുവിനെ പേടിക്കുന്നവനാകണം. ഉമ്മമാരെ, മുമ്പത്തെ പോലെയല്ല, കാലം മാറി, സൗകര്യങ്ങൾ കൂടി, പത്രാസ് കൂടിപ്പോയി. നിനക്ക് കുറച്ചൊരു തൊലിക്കൊരു നിറവും ഭർത്താവിന് നല്ലൊരു ജോലിയും ഉയർന്നൊരു വീടും സംവിധാനവും വന്നപ്പോൾ പടച്ച റബ്ബിനെ മറന്ന് തലയിൽ എണ്ണ തേക്കല്ലേ. കളി റബ്ബിനോട് വേണ്ട. നീ ഒരു ഭക്തിയുള്ളവളാകൂ സഹോദരി. നിന്നെപ്പോലെ എത്ര ആളുകൾ ഇവിടെ കഴിഞ്ഞുപോയി. സൗന്ദര്യമില്ലാത്തവരല്ല. മിസ്റിലെ പെണ്ണെന്ന് പറഞ്ഞാൽ അതൊരു മിസ്രി പെണ്ണ് തന്നെയാണ്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ ദിവസം ലക്ഷങ്ങൾ സ്വതക്ക ചെയ്ത സഹോദരിയാണ്. ഒരു ദിവസം 1500-ഓളം സന്ദർശകർ ആ ബീവിയുടെ വാക്ക് കേൾക്കാൻ വരുമെന്നായിരുന്നു. എന്തിനാ? സാരില്ല, സലാമത്തുണ്ടാവും എന്ന് മഹദി പറഞ്ഞാൽ മതി. അത് കേൾക്കാൻ വരുന്ന 1500, അതിൽ 90% വലിയ വലിയ ആലിമീങ്ങൾ.
അക്കാലത്തെ വലിയ വലിയ ആലിമീങ്ങൾ, ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തെ ആലിമീങ്ങൾ സന്ദർശനത്തിന് വരുന്ന അത്രയും പവറുള്ള ആളാണ്, അത്രയും വലിയ വിവരമുള്ള ആളായിരുന്നു ബീബി നഫീസത്തുൽ മിസ്രിയ. പക്ഷെ അവരൊന്നും അവരാ കിട്ടിയ അനുഗ്രഹം കൊണ്ട് മതിമറന്നില്ല. അവരെ സമയത്തതാ വീട്ടിൻ്റെ മുന്നിൽ സ്വന്തം ഒരു ഖബറുണ്ടാക്കാനാണ് ഒരുങ്ങിയത്. അവര് ഖബറുണ്ടാക്കി സ്വന്തം കൈകൊണ്ടതാണ് കവി മാലയിലൂടെ പറയുന്നത്. ആറ്റലറുകാരത്തിനാലേ ഖബറദൈ കൂഴിത്തേ അണദില്ലിറങ്ങി നാമാസ് ആടിടും സാദത്തേ. ഇവിടെ കുറേ കസേര ഒഴിവുണ്ട്, മുന്നോട്ട് ഇരുന്ന് നോക്കി മക്കളെ, വരുന്നോല് ഇരുന്നോട്ടെ, മുന്നോട്ട് കയറി ഇരുന്ന് നോക്കി എല്ലാവരും. നല്ല നീയത്ത്, അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. അള്ളാഹു അത് കബൂൽ ചെയ്യുമാറാവട്ടെ. നമുക്ക് ഏതാണ് ദുആ, എവിടുന്നാണ് നമ്മൾ രക്ഷപ്പെടുക നമുക്കറിയില്ല. നമുക്ക് അള്ളാഹു നന്നാവാൻ ഇനിയും അവസരങ്ങൾ ഏറ്റി തരുമാറാവട്ടെ. കസേര മുന്നിൽ വെച്ചിട്ട് മുന്നിലിരിക്കും, മുന്നോട്ടിരിക്കും. കസേര മുന്നിൽ വെച്ചിട്ടല്ല, മുന്നിലിരിക്കും. എല്ലാവരും മുന്നോട്ട് കയറിയിരിക്കുക. കസേരകളൊക്കെ അങ്ങനെ ആദ്യത്തെ സ്റ്റെപ്പ് ഫുള്ളായാലും രണ്ടാമത്തെ സ്റ്റെപ്പിന് കൂലി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എല്ലാവരും മുന്നോട്ട് കയറി കസേര വെച്ചിട്ടല്ല. ഇനി ആരെയും വരികയാണെങ്കിൽ അവർക്ക് ബാക്കിൽ ഇരിക്കുകയും ചെയ്യാമല്ലോ. മറ്റേ അവിടെ ഉള്ളവരങ്ങനെ നിൽക്കും, പടച്ചോനെ സദസ്സ് ഫുള്ളാണ്, ഇനിയിപ്പോൾ അവിടെ ഇരിക്കാൻ സ്ഥലമില്ല എന്ന് തോന്നിപ്പോവും. അത് വേണ്ട, എല്ലാവരും ഇടക്കേണ്ട കസേര ഒഴിവാണല്ലോ. അള്ളാഹു സ്വീകരിക്കട്ടെ, ആമീൻ. നല്ല അതവുള്ള നാട്ടുകാർ അള്ളാഹു ബറക്കത്തേറ്റി കൊടുക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, മഹദിയായ നഫീസത്തുൽ മിസ്രിയക്ക് വേണമെങ്കിൽ അവർക്ക് തോന്നും പോലെ ജീവിച്ചാൽ മതിയായിരുന്നു. പക്ഷെ അതിന് നിന്നില്ല. തനിക്കുള്ള 2 മക്കൾ, സുബ്ഹാനല്ലാഹ്, ഭർത്താവ് അവർക്കുള്ള എല്ലാ പരിചരണങ്ങളും ചെയ്യുന്നതിൻ്റെ പുറമേ സ്വന്തം കൈകൊണ്ട് ഖബർ നിർമ്മിച്ചു. ആ ഖബറിൽ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി നിന്നുകൊണ്ട് 999 ഖത്മുൽ ഖുർആൻ ചെയ്തെന്നാണ്. അവരുടെ കിട്ടിയ 63 കൊല്ലം അവർ മുതലാക്കിയതാണ്. ആ 63 കൊല്ലം കൊണ്ടവർ ദറജ സമ്പാദിച്ചവരാണ്. എൻ്റെ വഅദ് കേൾക്കുന്ന ഉപ്പമാരെ, 40 കൊല്ലം കഴിഞ്ഞില്ലേ, 60 വയസ്സായില്ലേ, ജീവിച്ച അത്രയിന് ജീവിക്കുമെന്ന് ഉറപ്പില്ലല്ലോ. ഇവിടുന്നടുത്തങ്ങ് ഖബറിലേക്ക് താഴ്ത്തി വെച്ചാൽ പിന്നെ തസ്ബീഹ് നിസ്കാരമില്ല, പിന്നെ ദുഹയില്ല, പിന്നെ അമലുകളുടെ ഒരു ചാൻസും ഒരു വഴിയുമില്ല. ഒരു രാത്രി കിട്ടിയാൽ അത് ലാഭമെന്നത് ഓർത്ത് സമയം വേണ്ടുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കോ. നിനക്ക് ആരാധനക്ക് വേണ്ടി ഇനി ഒരു സമയം വേറെ കിട്ടുമെന്ന് കരുതണ്ട. ഉള്ള സമയം ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുക. ഒരു സമയവും നീ വെറുതെ കളയില്ലേ മോനെ. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ അൽ മഅ്ബരി റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ, ഒരു സമയം നഷ്ടപ്പെടുത്താതെ എൻ്റെ എല്ലാ സമയവും അള്ളാഹുവിന് വേണ്ടി ഞാൻ ചെലവഴിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത് അർഹമുർ-റഹീമായ റബ്ബിനെ ഈ പവിത്രമായ ഷഹ്റു റജബിൽ നന്നായി മനസ്സിലാക്കുകയും അവൻ്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതം നോക്കൂ സഹോദരങ്ങളെ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം വന്നു നോക്കുമ്പോൾ മദീനത്ത് ഓലയുടെ തടുക്കിൽ കിടന്ന് എണീച്ചപ്പോൾ മുത്തായ തങ്ങളുടെ സൈഡിൽ മദീനത്തെ ഈ ഈന്തപ്പനയുടെ ഓലയുടെ അടയാളങ്ങൾ ശരീരത്തിൽ കണ്ടപ്പോൾ നിന്ന നെപ്പിൽ ഉമർ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. മാദാ അസ്വാബക യാ ഉമർ, എന്ത് പറ്റി, എന്ത് സംഭവിച്ചു? മഹാൻ പറഞ്ഞു, നബിയേ, കൈസർ രാജാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, എത്രയോ രാജാക്കന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇന്ന് രാവിലെ ധരിച്ചതല്ല വൈകുന്നേരം ധരിക്കുക, അങ്ങനെയൊക്കെ ഉള്ള ഒരു ജീവിതമാണ് അവർക്കുള്ളത്. പക്ഷെ തങ്ങൾ ആരാ നബിയേ? അന്ത റഹ്മത്തുൽ ലിൽ ആലമീൻ. അവിടുത്തെ ശരീരത്തിൽ പായിൻ്റെ അടയാളം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അല്ലാഹുവിൻ്റെ റസൂൽ ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിച്ചു, അല്ലയോ ഖത്താബിന്റെ മോനെ, നീയും ദുന്യാവിന്റെ ചിന്തയിൽ അകപ്പെട്ടു പോയോ? നീയും ദുന്യാവിന്റെ സുഖത്തിന്റെ പിന്നാലെ പോവുകയാണോ?
സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒറ്റ ചോദ്യം. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ കുപ്പായത്തിന് 12ഓളം കഷ്ണങ്ങൾ വെച്ച കുപ്പായമായിരുന്നു ഉപയോഗിച്ചതെന്ന് കാണാം. അവരത്രേ ദുന്യാവിന് സ്ഥാനം കണ്ടുള്ളൂ. അവരെ കൽബിൽ അത്രേ ഇതിനൊക്കെ വിലയുള്ളൂ. നമ്മളാണെങ്കിൽ ഇതിൻ്റെ പിന്നാലെ കുടുങ്ങിപ്പോയി. നമ്മൾ ഇതിൻ്റെ പിന്നാലെ കുടുങ്ങുന്നതിൽ നിന്ന് രക്ഷപ്പെടാനാണ് വഅദിൻ്റെ മജ്ലിസുകൾ ഉത്ബോധനം നടത്തുന്നത്. അതിനാണ് ഇവിടുന്ന് കണ്ണടയുമ്പോൾ ആഖിറത്തിലെ വിജയത്തിൻ്റെ ചിത്രങ്ങൾ കണ്ടു മരിക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു എനിക്ക് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഞാൻ പഠിക്കുകയും പടച്ച റബ്ബിലേക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ അടുക്കുകയും ചെയ്യുകയാണെന്ന് ഒരാളങ്ങ് തീരുമാനിച്ചാൽ പിന്നെ അയാളെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അള്ളാഹു അങ്ങനെയുള്ളൊരു വിജയം നമുക്ക് നൽകട്ടെ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ സഹോദരിമാരെ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു, സ്വാലിഹുൽ മുർരി റളിയല്ലാഹു അൻഹു, മഹാനവറുകളുടെ വഅലിനാൽ വന്ന ഒരു മാറ്റം ബഹുമാനപ്പെട്ട സൈനുദ്ദീനുൽ മഅബരി റളിയല്ലാഹു അൻഹു ഉണർത്തുന്നത് കാണാം. സ്വാലിഹുൽ മുർരി റളിയല്ലാഹു അൻഹുവിനെ കാണാൻ ഒരു കൂട്ടം ആളുകൾ കടന്നു വരികയാണ്. മിസ്റുകാരാണ്. എന്താണ് അവർക്ക് സങ്കടം? അവർ പറഞ്ഞു, ഓ ഉസ്താദേ, നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ഒരു ദിവസം വഅദ് പറഞ്ഞു തരണം. ഞങ്ങളുടെ നാട്ടിൽ സുന്ദരിയായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. എന്തോ ചില പിഴവ് കൊണ്ട് അവളെ ജീവിതത്തിൽ എന്തോ ഒരു തെറ്റ് സംഭവിച്ചു പോയി. പിന്നെ ആ പെണ്ണ് ആ തെറ്റ് തുടരാനാണ് തീരുമാനിച്ചത്. എന്ന് പറഞ്ഞാൽ അവൾ പരസ്യമായി ഒരു വേശ്യാലയം തുറന്നു പ്രവർത്തിക്കുകയാണ്. പലരും അവളെ ഉപദേശിച്ചു നോക്കി. അവൾ അതിൽ നിന്ന് പിന്മാറുന്ന ലക്ഷണമില്ല. മിസ്റിന്റെ വൈകുന്നേരം തെരുവിന്റെ സ്വഭാവം മുഴുവൻ യുവാക്കളും ഇന്ന് അവളുടെ വേശ്യാലയത്തിലാണ്. ഈ പെണ്ണിനെ കൊണ്ട് ഞങ്ങൾ ആത്മീയമായി തകർന്നുപോയി. പെണ്ണുങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പുരുഷന്മാരെന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെപ്പോലെയല്ല. സ്ത്രീകൾക്ക് പെടുന്നതിന് അവരുടെ വികാരത്തെ നിയന്ത്രിക്കാനുള്ളൊരു കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു മാനുഷികമായ പവർ അവർക്കുണ്ട്. എന്നാൽ പുരുഷൻ അങ്ങനെയല്ല. അവൻ്റെ വൈകാരികതയെ ഇളക്കുന്ന എന്തെങ്കിലും ചാൻസുകൾ, സാഹചര്യം വന്നാൽ കൺട്രോൾ ചെയ്യാൻ വളരെ പ്രയാസപ്പെടുന്ന പ്രകൃതമാണ് പുരുഷനുള്ളത്. അതുകൊണ്ടാണ് സ്ത്രീകളോട് നിങ്ങൾ ഔറത്ത് തുറന്നിടരുത് എന്ന് പറയുന്നത്. നിങ്ങൾ ടൈറ്റ് ഫിറ്റ് ഡ്രസ്സ് ധരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചൊഴിയാമെങ്കിലും നിങ്ങളെ കാണുമ്പോഴുണ്ടാകുന്ന മറ്റവൻ പുരുഷന്റെ മനസ്സിൽ കാണുന്ന, അവന്റെ മനസ്സിൽ രൂപപ്പെടുന്ന കാർമേഘങ്ങൾ, ഇതിന് ആര് മറുപടി പറയും? ഇവന് വരുന്ന പ്രയാസത്തിന് ആര് മറുപടി പറയും? ഒരു പെണ്ണ് മാറു തുറന്നിട്ട് നടന്നാൽ അവൾ ഒരു പക്ഷേ പറയും, ഞാൻ ആരെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ നിന്നെ കാണുന്ന കണ്ണുകൾ മുഴുവനും നരകത്തിലെത്തിച്ചിട്ട് നീ അങ്ങനെ നെളിയണ്ട, അള്ളാഹു നിന്നെ വെറുതെ വിടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, പെണ്ണ് പുറത്തിറങ്ങുമ്പോൾ പരിപൂർണമായി മറച്ചിട്ടേ പോകാവൂ. പ്രത്യേകിച്ച് തലമുടി മറക്കണം. തലമുടി കാണുമ്പോൾ പുരുഷന് വൈകാരികമായ ചിന്ത വരും. പിന്നെ റേപ്പ് കേസ് കൂടിയുന്നത് കൊണ്ട് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ സ്ത്രീകൾ എന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പരാതിപ്പെടുന്നതിന് അർത്ഥമില്ല. കാരണം അവരവരുടെ ഡ്രസ്സുകൾ, അവരവരുടെ സമീപനങ്ങൾ, അവരവരുടെ സംസാര ശൈലികളെല്ലാം ഇതിനൊരു ഭാഗമാണ്. അതൊന്നും ചർച്ചയിൽ കാണൂല. ആകെ ചർച്ചയുള്ളത് 18കാരിയെ പീഡിപ്പിക്കപ്പെട്ടു എന്നേ ഉണ്ടാവൂ. ഇത് കാണുമ്പോൾ വിചാരിക്കും, ഈ മനുഷ്യന്മാരൊക്കെ എന്താളുകൾ. ഇതിനൊക്കെ സാഹചര്യങ്ങൾ ഒരുപാട് പുറകോട്ട് പോയാൽ കാണാം. ഇതുകൊണ്ടാണ് സിന പറയുന്നിടത്ത് ഖുർആൻ ആദ്യം പെണ്ണിനെയാ പറഞ്ഞത്. അസ്സാനിയത്തു വസ്സാനി, വ്യഭിചരിക്കുന്ന സ്ത്രീ, വ്യഭിചരിക്കുന്ന പുരുഷൻ എന്നാണ്. എന്തുകൊണ്ടാണ്? ഏത് പീഡന കേസ് എടുത്ത് പരിശോധിച്ചാലും അതിൽ സ്ത്രീയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ധാരണ, അവളുടെ ഒരു ചെറിയ സപ്പോർട്ട് അതിനില്ലാതെ നടക്കൂല. സ്ത്രീ ഒരുമ്പെടാതെ അത് നടക്കൂല. അതുകൊണ്ടാണ് ആദ്യം പെണ്ണിന്റെ പേര് അവിടെ എടുത്തു പറയുന്നത്. അസ്സാനിയത്തു വസ്സാനി ഫജ്ലിദൂ.
ഖുർആൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഉമ്മമാർ ശ്രദ്ധിക്കണം. എൻ്റെ ശരീരഭാഗം കണ്ടതിൻ്റെ പേരിൽ ഒരു കണ്ണ് നരകത്തിൽ പോയിക്കൂടാ. ഞാൻ തല തുറന്നിട്ട് നടക്കുന്നത് കൊണ്ട് ഒരു യുവാവിൻ്റെയും ആഖിറും പോയിക്കൂടാ. എന്നാൽ തന്നെ പെങ്ങളെ നിനക്കത് വിജയമാണ്. ഇതൊന്നും ചിന്തിക്കാതെ അവരവരുടെ കുറഞ്ഞൊരു സൗന്ദര്യം നീ അങ്ങ് പ്രദർശിപ്പിക്കുന്നത് കൊണ്ട് നിന്റെ ആഖിറം നഷ്ടപ്പെടുത്തണ്ട. ഞാൻ പറഞ്ഞു വരുന്നത് സ്വാലിഹുൽ മുർരി തങ്ങളോട് വന്നിട്ട് മിസ്റിലെ ഒരു പറ്റം ആളുകൾ സങ്കടം പറയുന്നു. ഷഅ്വാനത്തുൽ മിസ്രി എന്ന് പറയുന്ന ഒരു പെണ്ണ്, ഞങ്ങളെ നാട്ടിൽ വേശ്യാലയം തുടങ്ങിയിട്ടുണ്ട്, യുവാക്കൾ മുഴുവനും അവിടെയാണുള്ളത്. വ്യഭിചാരം നാടിന് വലിയ മുസീബത്തായി മാറിയിരിക്കുന്നു. ഇനി എന്താ പരിഹാരം? സ്വാലിഹുൽ മുർരി റളിയല്ലാഹു അൻഹു അവരോട് ഞാൻ ഇന്ന ദിവസം അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അന്നത്തൊക്കെ വലിയൊരു മാറ്റം വഅദിൻ്റെ സദസ്സുകളായിരുന്നു. കോവിഡ് അനന്തരം പിന്നെ വഅദുകളൊക്കെ കുറഞ്ഞു പോയി. ജുമഅക്ക് ശേഷം പോലും വഅദ് പറയാൻ ഉസ്താദുമാർക്ക് കഴിയുന്നില്ല. അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോഴത്തേന് അകത്തപ്പള്ളി കാലിയായി. ബിസ്മി ഹംദും തുടങ്ങുമ്പോഴത്തേന് റോട്ടുമ്മലും കാലിയായി. പിന്നെ ആരുമില്ല. നേരത്തെ ഇവിടെ ആരോ പ്രസംഗിക്കുന്നത് ഞാൻ അവിടെ ഇരുന്നപ്പോൾ കേട്ടു. ജുമാൻ്റെ സമയത്ത് കുട്ടികൾ പള്ളിയിൽ വരാത്ത സംഭവം. കോവിഡാനന്തരം ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു പോയി. കോവിഡോടുകൂടെ കച്ചവടം ജുമാൻ്റെ സമയത്ത് ഹലാലാന്നാണ് ചില കച്ചവടക്കാർ മനസ്സിലാക്കിയത്. കാരണം ആ സമയത്ത് ജുമായില്ലാഞ്ഞാൽ അൽഹംദുലില്ലാ അതുകൊണ്ട് 10 രൂപയുടെ ഏറെ കിട്ടിയത് ചിന്തിക്കുന്ന കൗമായാൽ ഇവിടെ പിന്നെ ഞാൻ ഈ വയലൂറിനോടത്തൊക്കെ സ്വാലിഹീങ്ങളാണ്. ഞാൻ വണ്ടിയെടുത്ത് പോകുന്നത് വരെയുള്ള ഏരിയയിലൊക്കെ സ്വാലിഹീങ്ങൾ മാത്രം. ആരോഗ്യ സംരക്ഷണം അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞതിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്വാലിഹുൽ മുർരി തങ്ങൾ വയലിന് വരികയാണ്. നാട്ടിലൊക്കെ പ്രചരണം നടത്തി. കൂട്ടത്തിൽ ഇവളുടെ വേശ്യാലയത്തിൻ്റെ പരിസരത്തും പ്രചരണം നടത്തി. സുബ്ഹാനല്ലാഹ്, കൽബ് തെളിഞ്ഞ ആലിമീങ്ങളുടെ വയല് അത് ഹൃദയം ടു ഹൃദയമാണ്. മനസ്സിൽ നിന്ന് മനസ്സിലേക്കുള്ള ഒഴുക്കാ. സുബ്ഹാനല്ലാഹ്, ചത്തേ ചകത്തിന് ജീവനിടിച്ചോവർ ചാകും കിലേശത്തെ നന്നാക്കി വിട്ടോവർ. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വഅലിൻ്റെ സദസ്സ്. അവിടെ മനുഷ്യര് മാത്രമല്ല, അവിടെ ജിന്നുകളും സാന്നിധ്യമറിയിക്കുന്നവരാണ്. മൂപ്പര് വയലിന് വരെ ഇവിടെ മനുഷ്യന്മാർ മാത്രമല്ല, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിൻ്റെ വയല് കേൾക്കാൻ വലിയ വലിയ ജിന്നുകൾ വരെ വന്നിരിക്കുമായിരുന്നത്രേ. തീരൂല, അതിലേറെ കൂടുതലാണ്. സുബ്ഹാനല്ലാഹ്, അംബിയാക്കന്മാരും ഔലിയാക്കന്മാരും അവരുടെ മജ്ലിസിൽ ഹദീറാകുന്നോവർ. വലിയ മജ്ലിസായിരുന്നു മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മജ്ലിസ്. സാലിഹുൽ മുർരി തങ്ങൾ വഅദ് പറയാൻ തുടങ്ങി. അന്ന് ഓതിയത് സൂറത്തുൽ ഹദീദിലെ 16-ാമത്തെ ആയത്താണ്. അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ആ പായസമൊക്കെ ഒന്ന് ഇരുന്ന് കുടിച്ചാൽ കുടിക്കുന്നവർക്ക് സുഖമായി. എല്ലാവരും കസേരല്ലേ അവിടെ, കസേര എടുത്ത് ഇരുന്ന് കുടിക്കുക. മാഷാ അല്ലാഹ്, സുന്നത്തുകൾ ഏത് സമയത്തും ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ആ ചിലപ്പോൾ ഉപ്പുണ്ടോ നോക്കിയതായിരിക്കും, കുഴപ്പമില്ല, നിങ്ങൾ ആരും ഇറങ്ങാണ്ട. ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ, സ്വാലിഹുൽ മുർരി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ വയലങ്ങ് തുടങ്ങി. അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. വിശ്വാസികളെ, നിങ്ങൾക്ക് നേരമായില്ലേ, സമയമായില്ലേ, അള്ളാഹുവിനെ പേടിച്ചൊന്നൊരുങ്ങാൻ ടൈമായില്ലേ? എന്നും ഇങ്ങനെയായാൽ മതിയോ? ഈ ആയത്തോതി മഹാനവറുകൾ അങ്ങ് വഅദ് പറഞ്ഞപ്പോൾ വേശ്യാലയത്തിലേക്ക് പതുക്കെ നടങ്ങിയിരുന്ന ചെറുപ്പക്കാരൻ അവിടെ നിന്നു. എല്ലാവരും ഒരൊറ്റ നിപ്പാണ്. എന്താ ഈ ചോദിക്കുന്നത്? ഖുർആനിലൂടെ ജഗതി എന്താവായ റബ്ബിന്റെ ചോദ്യമാണ്. നിനക്കൊന്നും ഇനിയും നേരമായില്ലേ? ചോദിക്കണം. ഈ ആയത്ത് കേൾക്കുന്ന നേരം നമ്മൾ നഫ്സിനോട് ചോദിക്കണം, ആയില്ലേ? സഖാഫി 10-40 കൊല്ലം കഴിഞ്ഞില്ലേ? ഇനിയും ഇവിടുന്ന് പോകണമെന്ന ഒരുക്കത്തിന് സമയമായില്ലേ? തിടുക്കമില്ലേ? എന്നും ഇവിടെ കൂടാമെന്നാണോ ധാരണ?
അത് കാര്യമില്ല, നടക്കുകയില്ല. ഈ ആയത്തോതി അങ്ങ് വയത് പറഞ്ഞപ്പോൾ യുവാക്കളൊക്കെ അവിടെ നിന്നു. എല്ലാവരും മഹാനവറുകളുടെ സദസ്സിലേക്ക് ഇങ്ങ് കയറിയിരുന്നു. സദസ്സ് നിബിഡമായി. വയത് പിന്നൂടെ ഒന്നുകൂടെ കടുപ്പം കൂടി. സൂറത്തു നൂഹിലെ ചില ആയത്തുകൾ ഓതാൻ തുടങ്ങി. നരകത്തിലെ കഠിനമായ ശിക്ഷകൾ പറയാൻ തുടങ്ങി. പിന്നെ യുവാക്കൾ കൺട്രോൾ നഷ്ടപ്പെട്ട് കരയാൻ തുടങ്ങി. മുമ്പൊക്കെ അങ്ങനെയുള്ള പാതിരാ വയത് തുടങ്ങുമ്പോൾ നിസ്കാരം ഖളാക്കിയ വയത് പറയുമ്പോഴേക്ക് ഒരു ഭാഗത്ത് നിസ്കാരം ഖളാക്കിയവർ കരയാൻ തുടങ്ങും. വ്യഭിചാരം പറയുമ്പോൾ ഒരു ഭാഗത്ത് കുറേ ആൾക്കാർ ബോധം കെട്ടുപോവുകയാണ്. ഇതൊക്കെ ഇത് മുമ്പത്തെ വയതിൻ്റെ സ്വഭാവം. സദസ്സ് എന്തുമാത്രം ഭയങ്കര കരച്ചിലായി മാറി. അപ്പോഴാണ് സാധാരണ 10-20 ആളുകൾ തൻ്റെ വേശ്യാലയത്തിൽ എത്താറുള്ളതിന് ഒരാൾ പോലും വരാതെ കണ്ടപ്പോൾ ഷവാനത്തുൽ മിസ്രിയ എന്ന് പേരുള്ള പെണ്ണ് പുറത്തിറങ്ങി. ഇതെന്താ ആരെയൊന്നും കാണുന്നില്ലല്ലോ. നോക്കുമ്പോൾ അവിടെ ഒരാൾക്കൂട്ടം. അവൾ അങ്ങനെ അങ്ങോട്ട് ഒരാളെ പറഞ്ഞേച്ച് എന്താന്ന് പോയി നോക്ക്. തൻ്റെ ഖാദിമത്തായൊരു പെണ്ണ് പോയി നോക്കി. അവിടെ നോക്കുമ്പോൾ നരകത്തിൻ്റെ കഠിനമായ ഭക്ഷണ സംവിധാനം, നരകത്ത് കൊടുക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചാണ് അപ്പോൾ പറയുന്നത്. അത് കേട്ടപ്പോൾ ആ പെണ്ണ് ഒരൊറ്റ നിപ്പാണ്. പിന്നെ ഒന്നും പറയാനില്ല. എന്തിനാ വന്നതെന്ന് ഓർമ്മയില്ല, തിരിച്ചു പോകണമെന്നുള്ള ഓർമ്മയില്ല. അവളും ഒരൊറ്റ നിപ്പാണ്. വളരെ നേരം കഴിഞ്ഞ് പെണ്ണിനെ കാണാഞ്ഞപ്പോൾ വേറൊരാളെ പറഞ്ഞയച്ചു. ഷവാന വേറൊരാളെ വിട്ടു. അപ്പോൾ അവളും ഇതേപോലെ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഖബറിൻ്റെയും മഹ്ശറയുടെയും വിവിധ ഘട്ടങ്ങൾ പറഞ്ഞ് സ്വാലിഹുൽ മുർരിദങ്ങൾ വയലം കെട്ട് പറയാൻ തുടങ്ങിയപ്പോൾ ആ പെണ്ണും അവിടെ തന്നെ നിന്നു. അവളെയും കാണാതായപ്പോൾ ഷവാന തീരുമാനിച്ചു, എന്നാൽ പിന്നെ ഞാൻ തന്നെ പോയി നോക്കാം. അവൾ അവിടെ ധരിക്കുന്ന അവിടുത്തെ പ്രത്യേക ഡ്രസ്സ് അത് ധരിച്ചു കൊണ്ടതാ നേരെ വയലിൻ്റെ സദസ്സിലേക്ക്. ആ സമയത്താണ് സുബ്ഹാനല്ലാഹ് സാലിഹുൽ മുർരി എന്ന മഹാൻ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് വയല് പറയുന്നത്. ഏത് അടിമയും പടച്ചവനെ എന്നൊരു വിളി വിളിച്ചാൽ അല്ലാഹു തടയൂല. ഇത് പറഞ്ഞിട്ടുള്ള ആ വയലിൻ്റെ സദസ്സ് അവൾ വേഗം ഓടി വേശ്യാലയത്തിലേക്ക്. അവിടെ ചെന്ന് തൻ്റെ ശരീരം ഒരു പുതപ്പിട്ടൊന്നായിട്ട് മൂടി, മുഖമടക്കം മൂടി നേരെ വയലിൻ്റെ സദസ്സിൻ്റെ മുമ്പിലെത്തിയെന്നാണ്. വയൽ തീരുവോളം ഒരൊറ്റ നിപ്പാണ്, ഒരൊറ്റ കേൾക്കലാണ്. ആ വയലിലതാ മഹാൻ പറയാൻ തുടങ്ങി, അല്ലാ അല്ലാ ഇന്ന ലദൈനാ അൻകാലൻ വജഹീമൻ വതആമൻ ദാ ഗുസ്സത്തിൻ വഅദാബൻ അലീമാ. അല്ലാഹു പറയാണ്, ഇന്ന ലദൈന, നിശ്ചയം നാം തയ്യാർ ചെയ്തിട്ടുണ്ട്, നമ്മുടെ അടുക്കലുണ്ട് ചില സാധനങ്ങൾ. എന്താണ് ഇതിൻ്റെ സ്വഭാവം? കൊളുത്തി വലിക്കുന്ന ചങ്ങലകളാണ്. മഹ്ശറയിലെ ഇളങ്ങൾ ആ അത്ര എണ്ണത്തിൽ കൂടുതലുള്ള ആളുകളുടെ ഇടയിൽ ചില ചങ്ങലകൾ വന്ന് വേള എന്ന് പറയും ഞങ്ങളവിടെ. ഈ താടിൻ്റെ അടി കഴുത്തിന് ഒരൊറ്റ കൊളുത്താണ്, വലിച്ചങ്ങ് കൊണ്ടുപോകും. എന്നിട്ട് നേരെ നരകത്തിലേക്ക് കൊണ്ടുപോയി എറിയുന്ന രംഗമാണ് സൂറത്ത് നൂഹിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇതങ്ങ് പറയാൻ തുടങ്ങിയപ്പോഴേക്ക് ഈ പെണ്ണ് അവിടെ മുട്ടുകുത്തി വീണ് ചോദിച്ചു, ഉസ്താദേ എനിക്കല്ല പുറത്തു തരുമോ? മഹാനായ സ്വാലിഹുൽ മുർരി തങ്ങൾ പറഞ്ഞു, അല്ലാഹു എല്ലാവർക്കും പൊറുക്കും, നീ എന്ന കണക്കില്ല ഉസ്താദേ. നിങ്ങൾ വിചാരിക്കുന്ന കൂട്ടത്തിലല്ല ഞാൻ. സമുദ്രത്തിലെ തിരമാല കണക്കിന് തെറ്റ് ചെയ്ത് കൂട്ടിയവളാണ് ഞാൻ. അങ്ങനത്തെ എനിക്കല്ല പൊറുക്കുമോ? സാലിഹുൽ മുർരി തങ്ങൾ പറഞ്ഞു, അല്ലാഹു പൊറുക്കും. അല്ലാഹു ഒരടിമയെയും വെറുത്തവനല്ല. ഉടനെ ആ പെണ്ണ് പിന്നെയും ചോദിച്ചു, വാനലോകത്തിലെ നക്ഷത്ര താരകങ്ങളുടെ എണ്ണക്കണക്കിന് തെറ്റ് ചെയ്തവളാണ്, എനിക്കല്ല പൊറുക്കുമോ? കാരണം അതാണല്ലോ, തെറ്റ് ചെയ്തവർക്കല്ലേ അവരുടെ ആഴം മനസ്സിലാവുള്ളൂ, അവർക്കല്ലേ അവരുടെ വിഷമം പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലാഹുവേ എന്നെ നീ സ്വീകരിക്കുമോ എന്നാണ് പിന്നെ ചോദ്യം. മഹാനവറുകൾ പറഞ്ഞു, പെണ്ണേ അല്ലാഹു എല്ലാവർക്കും പൊറുക്കും. ഇവിടെ ഒരു വേശ്യാലയം നടത്തുന്നൊരു പെണ്ണില്ലേ, ഷവാനത്തുൽ മിസ്രി എന്നൊരു പെണ്ണില്ലേ, ഇവിടെ വേശ്യാലയം നടത്തുന്നൊരു പെണ്ണ്, സാക്ഷാൽ അവൾ തൗബ ചെയ്താലും അല്ലാഹു ഖൈബകുല. ഇതിങ്ങ് പറഞ്ഞപ്പോൾ തന്നെയാണല്ലോ ഈ പറയുന്നത്. താൻ തൗബ ചെയ്താലും അല്ലാഹു എന്നെ കൈയൊഴിയില്ലെന്നാണല്ലോ കേട്ടത്. ആ പെണ്ണ് എന്ന് പറഞ്ഞൊരു ശബ്ദത്തോടെ ബോധരഹിതയായി. അതാണ് വയലിൻ്റെ സദസ്സിൻ്റെ സ്വഭാവം. അത് ഈ സുഖം ഓൺലൈനിൽ കിട്ടൂല. ഓൺലൈൻ സംവിധാനം എല്ലാവരും പറയും, നിങ്ങളെന്താ വയലിന് പറയും, ഞാൻ ഇവിടെ ഇത് ലൈവ് ഉണ്ടോ അറിയില്ല, അപ്പോൾ ലൈവിൽ കേൾക്കായിരുന്നു എന്ന് പറയും.
ഒക്കെ ലൈവിലായിപ്പോയി. മാഷാ അല്ലാ. ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ, ആ പെണ്ണിൻ്റെ മനസ്സ് പതറി. എത്രയോ വ്യഭിചാരം ചെയ്തു, നാട്ടിൽ ഒരു പറ്റം യുവാക്കളെ മുഴുവനും നശിപ്പിച്ചു. എന്തായിട്ടെന്താ? ഒരൊറ്റ വഅലിൻ്റെ സദസ്സിൽ ഒരൊറ്റ എന്നൊരൊറ്റ വിളി റബ്ബ് കബൂലാക്കി. റബ്ബിനൊരൊറ്റ തീരെയുള്ളൂ. ഒന്നുകിൽ മാലം യുഗർദിർ, നിന്റെ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ എനിക്ക് ചാൻസ് ഉണ്ട്. റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ നിനക്ക് ചാൻസ് ഉണ്ട്. ഹത്താ തത്ലു അശ്ശംസു, സൂര്യൻ കിഴക്ക് പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്ന ടൈം വരെ. ഈ 2 ചാൻസാണ് മനുഷ്യൻ അള്ളാഹു കൊടുത്തിട്ടുള്ളത്. അതുവരെ നിനക്ക് എങ്ങനെയും ജീവിച്ചാലും, എങ്ങനെ നീ ജീവിച്ചാലും നീ കരുതിക്കോ, നിന്റെ തൗബക്ക് സ്ഥാനമുണ്ട് എന്ന് വിചാരിച്ചെന്നാ പിന്നെ തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ അങ്ങോട്ട് കുടിച്ചാളാം എന്ന് വിചാരിക്കേണ്ട. അത് എപ്പോഴാണ് എന്നത് അതും അറിയില്ല. ഉദാഹരണമായി, ഒരു മനുഷ്യൻ ജീവിതത്തിൽ എപ്പോഴും വുളൂഇനെ ശ്രദ്ധിക്കുന്ന ആളാണെങ്കിൽ, എപ്പോഴും വുളൂ ഉണ്ടാക്കുന്ന ആളാണ്. വണ്ടിയിലൊരു ബോട്ടിലുണ്ടാവും. ആ ബോട്ടിലിൽ വെള്ളം അയാൾ വുളൂ മുറിഞ്ഞു പോയാൽ ഉടനെ തന്നെ അതുകൊണ്ട് ഫറലെങ്കിലും എടുത്തിട്ട് അയാൾ വുളൂ ദായിമാക്കുന്ന ആളാണ്. അങ്ങനത്തെ ആൾ മരിക്കുന്ന നേരവും അയാൾക്ക് വുളൂ അള്ളാഹു നിലനിർത്തി കൊടുക്കും. കാരണം അയാൾ അങ്ങനെ ജീവിച്ച ഒരാളാണ്. എപ്പോഴും വുളൂ ഉണ്ടാകുക. ഈ വുളൂ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതൊരു മഹാത്മാവിന്റെ സ്വഭാവമാണ്. ചെറുതായി കാണണ്ട. വുളൂ ഉള്ള ആൾക്ക് തെറ്റ് ചെയ്യാൻ തോന്നൂല. ഒരു കണ്ടക്ടർ വുളൂ എടുത്ത് വിചാരിച്ചോളൂ നിങ്ങൾ, വുളൂ ഉള്ളൊരു കണ്ടക്ടറാണ്. അദ്ദേഹം ബസ്സിൽ ടിക്കറ്റ് മുറിച്ചു കൊടുക്കുമ്പോൾ, പെണ്ണിനെ കൊടുക്കുമ്പോൾ തന്നെ അന്യ സ്ത്രീയാണെങ്കിൽ വളരെ ശ്രദ്ധിച്ചിട്ടേ കൊടുക്കൂ. കാരണം തൊട്ടാ വുളൂ മുറിയും. വുളൂ ഇല്ലാത്താണെങ്കിലോ ഒരു ചാൻസാണ്, ഇതൊരു ചാൻസ് ആണെന്നേ അയാൾക്ക് തോന്നുള്ളൂ. വുളൂ തെറ്റുകളെ തടയും. അതുകൊണ്ട് തന്നെ ഈ വുളൂ മുറിഞ്ഞു പോയാൽ ഉടനെ വുളൂ പുതുക്കുക. വുളൂ ദായിമാകൽ ഒരു വിശ്വാസിയുടെ വിജയത്തിന്റെ ലക്ഷണമാണ്. അത് അവന്റെ മരണം നന്നാകാൻ കാരണമാണ്. അള്ളാഹു നല്ല മരണം വുളൂയോടുകൂടെ മരിക്കുന്നവർ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. എന്ത് സന്തോഷമുള്ള വരവാണത്. ആ മലായിക്കത്ത് വരുന്ന നേരം നമ്മളിങ്ങനെ വുളൂ എടുത്ത് റെഡിയായി നിൽക്കുക. അതല്ലേ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു, ഈ റജബിലാണ് അവരുടെ ആണ്ട്. ബഹുമാനപ്പെട്ട ഇമാമുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി വുളൂ എടുത്തു എന്ന് മാത്രമല്ല, നിസ്കരിച്ച് കഫൻപുടൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ച് സ്വഹീഹുൽ ബുഖാരി നെഞ്ഞത്ത് വെച്ചിട്ട് മർഹബാ വരുന്നില്ലേ മലക്കുകളെ, എന്റെ റൂഹെടുക്കാൻ എത്തുന്നില്ലേ, മർഹബാ അഹ്ലൻ വസഹ്ലാ. മലക്കുകൾക്ക് മർഹബ പാടുകയാണ്. അവര് റെഡിയാണ്. മരണം അവർക്കൊരു പ്രശ്നമേ അല്ല. അവർ മരണശേഷമുള്ള ജീവിതത്തിന് ആഗ്രഹിച്ച് കഴിയുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ശഅ്വാനത്തുൽ മിസ്രിയ തൗബയുടെ വാതിലിലേക്കാണ് വരുന്നത്. സ്വാലിഹുൽ മുർരി റളിയല്ലാഹു അൻഹു വഅദൊക്കെ കഴിഞ്ഞു, ദുആ കഴിഞ്ഞു. അതുവരെ ബോധം വന്നിട്ടില്ല. ബോധം അങ്ങനെ പോയതാണ്. ആ സമയത്ത് അങ്ങ് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ദ്വാരന്നു കൊടുത്തു, അങ്ങോട്ട് പോയി മഹാൻ. പിന്നീട് ഇദ്ദേഹം പറയുന്നു, സൈദുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയാൻ, തൊട്ടടുത്ത ഹജ്ജിന്റെ വർഷം മഹാനായ സ്വാലിഹുൽ മുർരി ഹജ്ജിന്റെ അമാലുകൾ കഴിഞ്ഞ് പരിശുദ്ധമായ മക്കയിൽ മത്താഫിൽ വിശ്രമത്തിലായിരിക്കുമ്പോഴാണ് അപരിചിതയായ വളരെ മെലിഞ്ഞുണങ്ങിയ ശരീരമുള്ള വളരെ ക്ഷീണിച്ച ഒരു സ്ത്രീ നേരെ മുന്നിൽ വന്ന് നിന്ന് ചോദിച്ചോളൂ, നിങ്ങൾക്ക് എന്നെ അറിയാമോ എന്ന് ചോദിച്ചു. ഇല്ല, എനിക്ക് നിങ്ങളെ മനസ്സിലായിട്ടില്ല. ഞാനാണ് ശഅ്വാനത്തുൽ മിസ്രി, ഞാനാണ് ആ ശഅ്വാന. മഹാനായ സ്വാലിഹുൽ മുർരി തങ്ങൾ ചോദിച്ചത്ര, പെണ്ണേ ഇതെന്താണ്? എന്നോട് പലരും നിന്നെ കുറിച്ച് പറഞ്ഞിരുന്നത് ഇതല്ല. നിന്റെ സൗന്ദര്യത്തെ കുറിച്ചും നിന്റെ നടപടികളെ കുറിച്ചുമായിരുന്നെന്ന് ഞാൻ കേട്ടിരുന്നത്. ആരും നിന്റെ ഫിത്നയിൽ പെട്ടുപോകുമെന്നാണ് കേട്ടിരുന്നത്. ഇതെന്ത് പറ്റി? അപ്പോഴാണ് പറയുന്നത്, ഉസ്താദേ, അന്നൊരൊറ്റ വഅദിന്റെ മജ്ലിസാണ്. ഞാൻ എന്റെ റബ്ബിനെ അങ്ങ് അറിഞ്ഞപ്പോൾ, എന്റെ റബ്ബിനോട് എനിക്ക് അടുപ്പമങ്ങ് വന്നപ്പോൾ ഞാൻ പിന്നെ എല്ലാം മറന്നുപോയി. എന്നിട്ട് പറഞ്ഞ വാക്കാണ്, ഇവിടുന്ന് അങ്ങോട്ടാണ് ഇനി വലിയ അത്ഭുതം. മഹദി പറഞ്ഞു, ഉസ്താദ് കുറഞ്ഞ നേരം ഇവിടെ നിൽക്കണം, ഞാൻ ഇപ്പൊ വരാം. കഅബാലയത്തിന്റെ നേരെ എതിർദിശയിലേക്ക് പോയി. കഅബാലയത്തിന്റെ അടുത്ത് നിന്നുകൊണ്ട് ദുആ, അല്ലാഹുവേ പടച്ചവനെ, എന്നെ ഹിദായത്തിന്റെ തീരത്തിലേക്ക് അടുപ്പിച്ച മഹാമനുഷ്യനെ പുറത്തു വന്നിരിപ്പുണ്ട്. എന്റെ കയ്യിലൊരു നാണയത്തുട്ട് പോലും ഒരു സ്വതക്കയായി നൽകാനില്ല, കയ്യിലൊന്നുമില്ല.
എന്തെങ്കിലും ഒന്ന് കൊടുക്കണമെങ്കിൽ ഈ തരണം അല്ലാ. അള്ളാഹുവിനോട് നേരിട്ട് പറയുകയാണ്. സൈനുദ്ദീനുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു എഴുതുന്നു, ഉടനെ ഒരു തളിക അവിടെ തന്റെ കയ്യിലേക്ക് അവതരിച്ചു, ഇറങ്ങി. അതിൽ സ്വർഗീയ പഴങ്ങളുണ്ടായിരുന്നു. ചോദിച്ചു വാങ്ങാൻ. അതുവരെ വേശ്യയായി ജീവിച്ചൊരു പെണ്ണ് ഒരൊറ്റ നിമിഷം കൊണ്ട് മാറിയ സംഭവം സഹോദരങ്ങളെ. ആ പെണ്ണിന്റെ കയ്യിലേക്ക് വന്ന പഴങ്ങൾ കൊണ്ട് ഉസ്താദിന്റെ കരങ്ങളിൽ കൊടുത്തിട്ട് പറഞ്ഞു, കയ്യിലൊന്നില്ലാഞ്ഞിട്ട് അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങിയതാണ്, കയ്യിലൊന്നുമില്ല തരാൻ, അതുകൊണ്ട് എന്റെ റബ്ബിനോട് ചോദിച്ച് മേടിച്ചു തരികയാണ്. അങ്ങനെ ഇറക്കി കൊടുക്കുമെന്ന് ഖുർആൻ രണ്ടിടത്തും പറഞ്ഞിട്ടുണ്ട്. മഹാനായ മൂസ നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് കാട പൊരിച്ചതും കട്ടിത്തേനും ഇറക്കി കൊടുത്ത കഥ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു അൻഹക്ക് ആ കാലഘട്ടത്തിൽ കിട്ടാത്ത പഴങ്ങൾ ഇറക്കി കൊടുത്ത കഥ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ഔലിയാക്കൾക്ക് അത് ലഭിക്കുക തന്നെ ചെയ്യും. ഞാൻ പറയുന്നത് മനസ്സൊന്ന് റബ്ബിലേക്ക് കൊടുക്കുക മുഅ്മിനീങ്ങളെ. അല്ലാഹു കൂടെ ഉണ്ട്, അല്ലാഹു കൈയൊഴിയില്ല. റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാലോ പിന്നെ രക്ഷയില്ല. പിന്നെ നീ ഇനി ആന തൗബ ചെയ്തിട്ടും കാര്യമില്ല, ഞാൻ ഒട്ടാകെ തെറ്റുകൾ ഏറ്റു പറഞ്ഞിട്ടും കാര്യമില്ല. അല്ലാഹു അത് പറയുന്നുണ്ട്. അവസാനം എത്തുമ്പോ എല്ലാവരും അത് പറയും. എന്നെ ഞാൻ ഈ അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുക്കുമ്പോ പലർക്കും ബോധ്യപ്പെടൂല. അവസാനം സമയമെത്തുമ്പോൾ എല്ലാരും പറയും, പഠിച്ചവനെ എന്നെ ഒന്ന് ലൗലാ ഖർതനി ഇലാ അജലിൻ ഖരീബ്. കുറച്ച് സമയം, കുറച്ച് നേരം ആ ബാഗിലുള്ള ക്യാഷ് ഒന്ന് ഭാര്യനോട് ഒന്ന് അപ്പുറത്തെ എത്തിഖാനിലേക്ക് കൊടുത്തേക്കാൻ പറയാൻ, ഇപ്പുറത്തെ മുതലിൽ ഒരു സൈൻ ചെയ്തു കൊടുക്കാൻ കുറഞ്ഞ സമയം തരുമോ? എന്നാൽ തന്നെ പറയും, ഞാനുള്ളത് തീർത്തങ്ങ് കൊടുത്തേക്കാം. സ്വതക്ക ചെയ്യാതെ ഉണ്ടാക്കിയ മുതലാണ്, ഒന്നും എനിക്ക് ഉപകാരപ്പെടൂല. എന്നെ സംബന്ധിച്ചിടത്തോളം ആകെ 3 തുണി എനിക്കുള്ളൂ. ഇത് ബോധ്യപ്പെടാണ് അല്ലാഹുവേ, ഞാൻ കൊടുക്കട്ടെയോ? കുറച്ച് സമയം തരുമോ? മനുഷ്യൻ ചോദിക്കുമെന്നാണ്. അല്ലാഹു പറയുന്നു, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. അവധി തീർന്നാൽ പിന്നെ, എക്സ്പയർ ഡേറ്റ് ആയാൽ പിന്നെ, നിന്റെ ഉമ്മയുടെ വയറ്റിലേക്ക് 4 മാസം 10 ദിവസം സമയം വന്ന ആ റൂഹ് ഊരാൻ സമയമായാൽ പിന്നെ രക്ഷയില്ല. തൗബക്ക് വിലയില്ല, പശ്ചാത്താപം ഫലിക്കില്ല. ഹരഹരമാലിത വാരുന്നേ, വലിമാ ശജറിലെ താഴുന്നേ, തൗബത്തൻ വാതിലടയുന്നേ, ദാനം മികന്തോരടിയനിലേ. ശുജായി മൊയ്ദ് മുസ്ലിയാരുടെ വരികളാണ്. ഹരഹരമാലിത വരുന്നേ, മഹാനായ അസ്റായീൽ അലൈഹിസ്സലാമിന്റെ വരവിനെയാണ് കവി പറയുന്നത്. വലിമാ ശജറിലെ താഴുന്നേ. ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് പ്രത്യേക ഒരു സ്ലിപ്പ്, എന്റെ മരണ ടൈം അടുക്കുന്നതിന്റെ 40 നാളുകൾക്ക് മുമ്പ് മുഹമ്മദ് ബഷീർ ബിൻ മുഹീദ്ദീൻ കുട്ടി ബാക്കവി എന്നുള്ള ആ ഒരു പേര് എന്റെ മരണത്തിന്റെ 40 നാൾ മുമ്പ് കൊല്ലും മലക്കിന് കൽപ്പന കിട്ടി, കൂടാടി പാറുന്ന തത്തയെ തട്ടി, തെല്ലും ഒഴിക്കാഴി വില്ലല്ല കുട്ടി, തന്നിഷ്ടം വിട്ടാമേ പൊന്നിഷ്ട കുട്ടി. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ ആഫിയത്തോടെ ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. റൂഹ് പിടിക്കാനായി 40 നാള് മുമ്പ് തന്നെ ഓർഡർ വരികയാണ്. അതിനെക്കുറിച്ചാണ് ആ മാല, സഫലമാലയിലൂടെ മഹാൻ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാ അല്ലാ ഹര ഹര മാലിത വരുന്നേ, വലിമാ ശജറിലെ താഴുന്നേ, തൗബത്തൻ വാതിലടയുന്നേ, ദാനം മികന്തോരടിയനിലേ. ഇനി സഖാഫി കരഞ്ഞിട്ട് കാര്യമില്ല. യുവാക്കളെ, ഉപ്പമാരെ,
മലായികത്ത് റൂഹെടുക്കാൻ വരുന്ന നേരം ഇനി നീ അഭിനയിച്ചിട്ട് കാര്യമില്ല. ഞാനിനി തഹജ്ജുദ് നിസ്കരിച്ചോളാം അല്ലാ, സുബഹിന് പള്ളിയിൽ ജമാഅത്തിന് തന്നെ പൊയ്ക്കൊള്ളാമെന്ന് നീ അവിടെ ശാഠ്യം പിടിച്ചത് കൊണ്ട് ഇനിയൊരു അവസരമില്ല. അത് തീർന്നുപോയി, അതിൻ്റെ ടൈം അവസാനിച്ചു പോയി. അതിൻ്റെ മുമ്പ് ഷഹറുല്ലാഹ്, അള്ളാഹുവിനെ അറിയേണ്ട മാസം, അതാണ് റജബ് മാസം. ആ നിലക്ക് റജബിൽ തന്നെ പടച്ച റബ്ബിനെ ഓർമ്മിച്ചുകൊണ്ട് അവനിലേക്ക് അടുക്കാൻ തയ്യാറാകണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനിതാ ശഅബാനാണ് വരുന്നത്. അത് ശഹരി എന്നാണ് മുത്ത് റസൂല് പറഞ്ഞത്. എൻ്റെ മാസമാണ്, എന്നെ ഓർക്കാനും പഠിക്കാനുമുള്ള മാസമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ, അതെന്തൊരു സംഭവമാണ് സഹോദരങ്ങളെ. ഈ പാവപ്പെട്ട എനിക്കൊരു ഉപ്പയാവാനല്ലേ കഴിയൂ എൻ്റെ മക്കൾക്ക്, എൻ്റെ ഭാര്യയ്ക്ക് അവരുടെ ഉമ്മയാകാനല്ലേ കഴിയുള്ളൂ. ഉമ്മ എന്ന നിലക്ക് എന്നെ കൊണ്ട് പറ്റില്ല, ഉപ്പ എന്ന നിലക്ക് അവൾക്കും ചെയ്യാൻ പറ്റൂല. എന്നാൽ ഹബീബോ അവിടുന്ന് ഉപ്പയുമാണ് ഉമ്മയുമാണ്. അന്ത ഉമ്മുൻ അം ആബൂ മാറ ഐന ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഒരു ഉമ്മയിലും ഉപ്പയിലും കാണാത്ത ഔസാഫുകളെല്ലാം കൂടെ ഒരുമിച്ച് കൂടിയ നേതൃത്വമേ പുണ്യനബി മുഹമ്മദുർ റസൂലുള്ളാഹ്. റസൂലുള്ളാഹിനെ പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാസമാണ് ശഅബാൻ. സ്വലാത്തുകളിലൂടെ അവിടുത്തെ കുറിച്ച് പഠിക്കുക. നോക്കൂ നിങ്ങൾ, അവിടുത്തെ പഠനം ഏത് നിലക്ക് കൊണ്ടുപോയാലും തീരൂല. ബലഗൽ മുൻദഹു ഫി ഔസാഫിഹി ഫമാ ബലഗ. ഒരുപാട് സാഹിത്യകാരന്മാർ ഒരുപാട് പറഞ്ഞു നോക്കി, കഴിയണില്ല. റസൂലുള്ളാഹി തങ്ങളുടെ തുപ്പുനീരിൻ്റെ പവർ തന്നെ വഴല് പറഞ്ഞാൽ തീരൂല. ആ തുപ്പുനീരിൻ്റെ പവർ ആദ്യമായി ബോധ്യപ്പെട്ടത് ഗ്രീക്കിൽ പോയി പഠനം നടത്തിയ അന്നത്തെ ഏറ്റവും വലിയ വൈദ്യനായി അറിയപ്പെട്ട ഹാരിസ് ഇബ്നു കൽദ എന്ന് പറയുന്നയാൾ. അള്ളാഹുവിൻ്റെ റസൂലിന് 6 വയസ്സുള്ള കാലം നമുക്കറിയാം. മുത്ത് റസൂൽ ഉമ്മയുടെ കൂടെ വരുന്ന വഴിയിൽ ഉമ്മ രോഗബാധിതയായി ഉമ്മ മരണപ്പെട്ടു. 6 വയസ്സുള്ള സമയത്ത് ഉമ്മ മരണപ്പെടുമ്പോൾ ഹബീബേ അവിടുത്തെ മനസ്സ് വേദനിച്ചു പോയോ? വവജദക ളാല്ലൻ ഫഹദാ. അങ്ങ് ദുഃഖിച്ചു പോയോ? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി മക്കയിലേക്ക് വന്നപ്പോൾ പൊടിക്കാറ്റും മറ്റും കൊണ്ട് കണ്ണിന് വല്ലാതെ വേദനിക്കുന്നു. കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. കണ്ണിന് എന്തോ കാര്യമായ അസുഖം പിടിപെട്ടിരിക്കുന്നു. ഖുറൈശി പ്രമുഖർ മുഴുവനും ചിന്തിക്കും, ഉമ്മയില്ലാത്ത കുട്ടിയല്ലേ, ആ കുട്ടിയുടെ 2 കണ്ണിനും കാര്യമായ അസുഖം വന്നിരിക്കുന്നു. ഇതിനിപ്പോൾ എന്താണ് ഈ കാലഘട്ടത്തിലെ മികച്ച ചികിത്സ? അവർ അന്വേഷിച്ചവർ തീരുമാനിച്ചു, നമുക്ക് ഹാരിസ് ഇബ്നു കൽദയുമായി ബന്ധപ്പെടാം. അങ്ങനെയാണ് അന്നത്തെ ഒരു മെഡിക്കൽ കോളേജാണ് ഈ ഹാരിസ് ഇബ്നു കൽദ. അവിടെ വന്നു, അയാളോട് പറഞ്ഞു, ഇത് നമ്മുടെ കുട്ടിയാണ്. അങ്ങനെ ഉയർത്തിരുത്തി അള്ളാഹുവിൻ്റെ റസൂലിനെ ഒന്ന് പരിശോധിച്ചു അദ്ദേഹം. എന്നിട്ട് പറഞ്ഞു, ഇതിൻ്റെ തുപ്പുനീർ വാ തുറക്കുമോനെ. വാ തുറന്ന് തുപ്പുനീരെടുത്ത് കണ്ണിന് പുരട്ടി കൊടുത്തിട്ട് പറഞ്ഞു, ഇതിൻ്റെ മരുന്ന് ഇത് തന്നെയാണ്. സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി. എത്ര ശാസ്ത്രം മുന്നേറിയാലും ഇതിൻ്റെ തെളിവിലേക്ക് എത്താൻ കഴിയൂല. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസഖലൈനി വൽ ഫാരിഖൈനി മിൻ ഉറുബിൻ വമിൻ അറബി അജമി. ആ തുപ്പുനീരുമായി ബന്ധപ്പെട്ടൊരു പഠനം നടന്നാൽ തന്നെ
മുസ്ലിമീങ്ങളെ, നമ്മളറിയാത്ത എത്രയോ വലിയൊരു സംഭവമാണ് സയ്യിദുനാ റസൂലുള്ളാഹി. സുബ്ഹാനല്ലാഹ് വബിഖൈസിഹിം വഖതാദത്തിൻ മൻ ഐനുഹു. ഖതാദ റളിയല്ലാഹു അൻഹു വിവാഹ പന്തലിൽ ആദ്യ രാത്രിയിൽ തൻ്റെ സഹധർമ്മിണിയുടെ കൂടെ കഴിയേണ്ട രാത്രിയിലാണ് യുദ്ധത്തിന് പുറപ്പെട്ടത്. അള്ളാഹുവിൻ്റെ റസൂലിനൊരു മറയായി നിന്നതിനിടയിലാണ് അമ്പ് വന്ന് നേരെ കണ്ണിലേക്കാണ്. അമ്പ് പറിക്കുന്നതോടെ കണ്ണ് നിലത്ത് വീണു. ഓടി വന്ന് നബിയോട് പറയുന്നു, റസൂലേ, എൻ്റെ കണ്ണിതാ. അത് എല്ലാം മുറിഞ്ഞ് എല്ലാ ഞരമ്പുകളും അറ്റ് തീർത്തും പുറത്തേക്ക് തള്ളിയ കണ്ണ് കൈ കൊടുത്തിട്ട് പറയാൻ, ഇത് ശരിയാക്കി തരണോ? എന്നെ കൊണ്ട് കഴിയില്ല എന്നല്ല, അത് അവിടെ വെച്ചു. ആ തുപ്പുനീരെടുത്തൊന്ന് പുരട്ടിയതോടെ ഖതാദ തങ്ങൾ പറയുന്നു, എനിക്ക് പിന്നെ കാഴ്ചക്കുറവെന്നല്ല, ഒരു കണ്ണ് രോഗം പോലും എനിക്ക് വന്നിട്ടില്ല. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സംഭവമാണ് മുത്ത് റസൂൽ. പഠിക്കാൻ നിന്നാൽ തീരൂല. അള്ളാഹുവിൻ്റെ റസൂലിനെ മുന്നോട്ടിടണം സഹോദരന്മാരെ, എന്നെങ്കിലേ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ഹബീബ് നമ്മളെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ ആര് വരാനാണ്? ആര് ഈ അടിമകളുടെ കാര്യത്തിൽ സങ്കടപ്പെടാനാണ്? ഹരീസുൻ അലൈക്കും എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ഈ സഖാഫിയായ പാവപ്പെട്ട ബഷീറായ ഞാൻ രക്ഷപ്പെടണമെന്ന് എന്നെക്കാൾ ആഗ്രഹമുള്ള ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇതിലും വലുതെന്ത് പറയാനാണ്? ഓ വയല് കേൾക്കുന്ന സഹോദരി, നീ രക്ഷപ്പെടണമെന്ന് നിന്നെക്കാളേറെ ആഗ്രഹിക്കുന്ന ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും ഉമ്മത്തിനെ സ്നേഹിക്കുന്നൊരു നേതാവ്. ആ നേതാവിനല്ലേ സ്നേഹം കൊടുക്കേണ്ടത്? ആ നേതാവല്ലേ ഖൽബിൽ നിറയേണ്ടത്? ഹബീബേ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹിക്കാം നമുക്ക് നബിയെ. നബിയിലേക്ക് മനസ്സ് കൊടുത്തവര് വെറുതെയാകൂല. ഒരൊറ്റ സംഭവം പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. നിങ്ങൾക്കറിയില്ലേ, കഅബാലയം അത് മലായിക്കത്താണ് അതിൻ്റെ നിർമ്മാതാക്കൾ. ആ മലക്കുകൾ അവിടെ തവാഫ് ചെയ്തുകൊണ്ടിരുന്നു. ആദം നബി അലൈഹിസ്സലാമിൻ്റെ കാലത്തും അതങ്ങനെ തന്നെ തുടർന്നു. പിന്നീട് അതാ നൂഹ് നബിയുടെ കാലത്ത് ആ കഅബാലയത്തിന് ജലപ്രളയത്തിൽ വലിയ നാശം വന്നു. അത് നഷ്ടപ്പെട്ടു പോയി. പിന്നീട് അത് മുഴുവനും പടുത്തുയർത്തിയത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ്. നൂഹ് നബി ടു ഇബ്രാഹിം നബിയിലേക്ക് 2000 കൊല്ലത്തിലെങ്കിലും പഴക്കം കാണും. അത്രയും വർഷം അങ്ങനെ കിടന്ന കഅബാലയം ഇബ്രാഹിം നബി അലൈഹി സ്വലാമും മകൻ ഇസ്മായിൽ അലൈഹി സ്വലാമും രണ്ടാമത് തർത്തീബ് ചെയ്തു. എന്നാൽ ഈ കഅബ പൊളിക്കാനായി പിന്നെ അബ്രഹത്തും കൂട്ടരും വന്നപ്പോൾ അള്ളാഹു അവരെ നശിപ്പിച്ചു കളഞ്ഞു. നേരത്തെ മലക്കുകൾ ഉണ്ടാക്കിയ കഅബാലയം നൂഹ് നബിയുടെ കാലത്ത് തൂഫാനിലൂടെ നശിപ്പിച്ചു. അള്ളാഹു തആല തന്നെ നശിപ്പിച്ചു. എന്നാൽ അബ്രഹത്തും കൂട്ടരും നശിപ്പിക്കാൻ വന്നപ്പോൾ അള്ളാഹു അവരെ നശിപ്പിച്ചു. എന്താ അതിന്റെ കാരണം? ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമും അവര് ആ നിർമ്മിതി പൂർത്തിയായപ്പോൾ അവര് റബ്ബനാ തഖബ്ബൽ മിന്നാ എന്ന് ദുആ ചെയ്തിട്ട് പറഞ്ഞു, റബ്ബനാ വബഅസ് ഫീഹിം റസൂലാ. അല്ലാഹുവേ, ഈ മകന്റെ പരമ്പരയിൽ ഒരു റസൂലിനെ നീ നിയോഗിച്ചയക്കണം. കണ്ടോ, അതിന്റെ മുമ്പൊക്കെ റസൂലുള്ളാഹിനെ വെച്ചു കൊടുത്തു. ഇത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടി വരുന്നത് വരെ വേണം. അതുകൊണ്ട് തന്നെ അബ്രഹത്ത് രാജാവ് തൊടാൻ വന്നപ്പോൾ അല്ലാഹു വിട്ടുകൊടുത്തില്ല. ഇതാണ് നമ്മൾ വീട്ടിൽ കൂടുമ്പോൾ നമ്മൾ ബങ്കൂസ് മൗലിദ് ഓതുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിനെ മുന്നിൽ കിട്ടാൽ ഇല്ല, അള്ളാഹു നമ്മളെ ഹായിബാക്കൂല. അതിനാണ് നമ്മൾ ഗൾഫിൽ പോകുമ്പോൾ ഒരു മങ്കൂസ് മൗലിദ് ഓതി ദ്വാരന്ന് പോകുന്നത്. നിങ്ങളെവിടെയായാലും മങ്കൂസ് മൗലിദ് ഓതണമെന്ന് സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് പറയുന്നത്. ഒരു ഹദീസെങ്കിലും മങ്കൂസ് മൗലിദ് ഓതാതെ സിയം വലിയുല്ലാഹി തങ്ങൾ ഒരു പരിപാടിക്ക് ഒരു സംഗതിക്ക് ഇറങ്ങാറില്ല എന്ന് മഹാനവറുകളെ കുറിച്ച് MKM കോയ മുസ്ലിയാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അള്ളാഹു എല്ലാവരും ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ഇതാണ് റസൂലുള്ളാഹിന്റെ മൗലിദ്. അതുകൊണ്ട് നന്നാകാൻ തുടങ്ങും റസൂലുള്ളാഹിനെ കൂട്ടിന് പിടിച്ചോ മുഅ്മിനീങ്ങളെ. ഹബീബ് നമ്മളെ ഖായിബാക്കൂല.
ഹബീബ് നമ്മൾ ആരെയും ഒഴിവാക്കൂല. ഏതു വലിയ തമ്മാടിയായാലും എത്ര വലിയ ഉപദ്രവം ചെയ്തവരായാലും അവർക്ക് മുഴുവൻ മാപ്പ് കൊടുത്ത സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ കാര്യത്തിൽ റെക്കമെൻഡ് ചെയ്താൽ നമ്മൾ രക്ഷപ്പെടും, അതിൽ തർക്കമില്ല. നേരിട്ട് അല്ലാഹുവിലേക്ക് അങ്ങ് പോകാമെന്ന് ആരും വിചാരിക്കണ്ട. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുകയും പരിശുദ്ധമായ ദിനരാത്രങ്ങളെ നന്നായി ഉപയോഗപ്പെടുത്തുകയും ഈ വർഷത്തെ റമദാൻ ഒരു കൊല്ലം കൂടി അള്ളാഹു എനിക്ക് ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ കൊല്ലം എനിക്ക് 20 തറാവീഹ് ആണെങ്കിൽ ഈ വർഷം എനിക്ക് ഉള്ള ദിവസം മുഴുവൻ തറാവീഹ് വേണം. അതുപോലെ കഴിഞ്ഞ വർഷം എനിക്ക് 1 ഖത്മാണ് പറ്റിയെങ്കിൽ ഈ കൊല്ലം എനിക്ക് 2 ഖത്മെങ്കിലും ഓതണം. ഒരു കൊല്ലം ജീവിച്ചതിന് അത്രയും ഇബാദത്ത് കൂട്ടുകയാണ് വേണ്ടത്. നേരെ മറിച്ച് കൊല്ലം കൂടുന്നു, ഇബാദത്ത് കുറയാണെങ്കിൽ ഹിസാബിനെ നേരിടാൻ കഴിയൂല. മന്നൂക്കിശൽ ഹിസാബു ഫഖദ് ഖസിറാ. കണിശമായ വിചാരണ വന്ന എല്ലാവരും പെട്ടുപോകുമെന്ന് സയ്യിദുൽ വജൂദ് റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ ആ ഒരു ഓർമ്മ സ്വന്തം ഖൽബിലേക്കും എല്ലാവരിലേക്കും നമ്മൾ പകർന്നു കൊടുത്ത് ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി പരിശ്രമിക്കണം. റഹ്മാനും റഹീമുമായ അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ എല്ലാവരുടെയും തൗബ സ്വീകരിക്കുകയും ഒരു നല്ല ജീവിതം അല്ലാഹു പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. യുവാക്കളോട് പ്രത്യേകിച്ച് സുബ്ഹിന്റെ ജമാഅത്ത് നിർബന്ധമായി പള്ളിയിലെത്തുക തന്നെ വേണം. മറ്റുള്ള വക്തുകളിൽ ചിലപ്പോൾ നിങ്ങൾ ഭൗതിക സ്ഥാപനങ്ങളിൽ പഠിക്കുകയോ ജോലി ചെയ്യുകയോ മറ്റെന്തെങ്കിലും തിരക്കുകളിലൊക്കെ ആയിരിക്കാം. നാളെ റബ്ബ് നമ്മളോട് സുബ്ഹിന്റെ ജമാഅത്തിനെ കുറിച്ചൊരു ചോദ്യമിട്ട് തന്നാൽ മറുപടി പറയാൻ ഒരു കാരണമേ ഉള്ളൂ, ഉറക്കമെന്ന് പറഞ്ഞാൽ അവിടെ രക്ഷപ്പെടാൻ കഴിയില്ല. രാത്രികാലങ്ങളിലെ മൊബൈൽ ഫോണിന്റെ അമിതമായ ഉപയോഗമൊക്കെ ഒന്ന് കുറച്ച് അതൊക്കെ ഒന്ന് തൽക്കാലം ഉറങ്ങുന്നതിന് മുമ്പ് മാറ്റിവെച്ച് സുബ്ഹിന്റെ സമയത്ത് അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയുമ്പോൾ പള്ളി പരിസരത്തുള്ള മുഴുവൻ യുവാക്കളും പള്ളിയിലേക്ക് നീങ്ങണം. ഉപ്പമാര് പള്ളിയിലേക്ക് എത്തണം. കൃത്യമായി അവരെ പറഞ്ഞേക്കാൻ സഹോദരിമാര് നിയത്ത് ചെയ്യണം. അങ്ങനെ കൃത്യമായ ഒരു കെട്ടുറപ്പോടെ ഒരു തിക്തമായ മുന്നേറ്റത്തോടുകൂടെ ആവണം ഈ വഅദ് നമുക്ക് ഉപകാരപ്പെടേണ്ടത്. അള്ളാഹു ഒരു മാറ്റത്തിൻ്റെ റമദാനായി, ഒരു മാറ്റത്തിൻ്റെ മജ്ലിസായി ഈ വർഷം അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ വലിയ ഒരു കൂട്ടായ്മ ഇതിൻ്റെ കീഴിൽ 5 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും നാഥൻ സ്വീകരിക്കുമാറാവട്ടെ. ഇതിന് വഴികാട്ടി തന്ന, ഇതിന് നമുക്ക് മാർഗനിർദ്ദേശം ചെയ്തു തന്ന പലരും ഇന്ന് നമ്മോടൊപ്പമില്ല. കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ ഉസ്താദ് അടക്കമുള്ള എല്ലാവരുടെ ദർജകളും അല്ലാഹു ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. അവരുടെ ആഖിറം, അവരുടെ ദർജകൾ ഇനിയും അല്ലാഹു ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നൊക്കെ മരിച്ചുപോയ ഉമ്മ ബാപ്പമാർ, ഉപ്പാപ്പമാർ, ഉമ്മാമ്മമാരടങ്ങിയ ഒരുപാട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അടങ്ങിയ പലരും ഇന്ന് നമ്മോടൊപ്പമില്ല. അല്ലാഹു അവരുടെ ആഖിറം വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ.